നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. എപ്പോഴും സൂപ്പറായിരിക്കേ. പറഞ്ഞ വിഷയങ്ങളുടെ എല്ലാം നമ്മൾ ഫ്രീ ക്ലാസ്സിൽ ഇട്ട് കഴിഞ്ഞു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി, ഇംഗ്ലീഷ് അനീഷ് സാറ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. 130 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട്. സാറ് എല്ലാം നമ്മുടെ റെക്കോർഡിങ്ങിലാണ്, നിങ്ങൾക്ക് കാണാം. അത്രയും മാർക്കിൻ്റെ ചോദിച്ചിരിക്കുന്നത് എല്ലാ വിഷയങ്ങളും ഗംഭീരമായിട്ട് പഠിപ്പിച്ചു. ഇനി മാഷ് പറയാത്ത, ഞാൻ പറഞ്ഞിട്ടില്ല സെക്കൻഡ് ലാംഗ്വേജ് മാഷ് എടുത്തു തരുമെന്ന് വാക്ക് വന്നിട്ടില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസായിട്ട് തരികയാണ്. പക്ഷേ ഏറ്റവും മികച്ച അധ്യാപകനെ കിട്ടുമ്പോൾ മാത്രമേ ഞാൻ അതിന് ഓപ്റ്റ് ചെയ്യത്തുള്ളായിരുന്നു. ഏറ്റവും മികച്ച അധ്യാപകൻ എനിക്ക് തോന്നിയ അധ്യാപകൻ ഒരാളുണ്ട്. നിങ്ങൾക്ക് 2 വിഷയങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കിട്ടും. കാരണം പരിമിതികളുണ്ട്. അതിനകത്തുനിന്നുണ്ട് ഹിന്ദിയും മലയാളവും സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾക്ക് ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് കിട്ടുകയാണ്. ബെസ്റ്റ് ബെസ്റ്റ് സൂപ്പർ ക്ലാസ് ആയിരിക്കും. അതിനകത്ത് ഗ്യാരണ്ടി വാരണ്ടി 20 വർഷമായിട്ട് ഫീൽഡുള്ള. ഇപ്പം സാറ് നിൽക്കുന്നു, സാറിൻ്റെ പേര് ഹിന്ദി എടുക്കുന്ന അധ്യാപകനാണ്, സനീഷ് സാർ എന്നാണ് പേര്. അന്നേരം സാറ് വീടും കാര്യങ്ങളൊക്കെ സാറിൻ്റെ ഡീറ്റെയിൽ എല്ലാം സാറ് പറയും. നല്ല അടിപൊളി ക്ലാസ് ആയിരിക്കും. ഇത് പഠിച്ചുകൊണ്ട് പോയാൽ ഫുൾ മാർക്ക് എന്ന് പറയുന്നത് പഠിച്ചുകൊണ്ട് പോകണം, അത്രയേ ഉള്ളൂ. പഠിച്ചുകൊണ്ട് പോകണം, വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. സെക്കൻഡ് ലാംഗ്വേജ് ഫുൾ മാർക്ക് മേടിക്കുക എന്നുള്ളതാണ്. അന്നേരം നമ്മൾ വിചാരിക്കും നമുക്ക് എന്തെങ്കിലും എഴുതിയാൽ മാർക്ക് കിട്ടും. അങ്ങനെയൊന്നും അല്ല, ആ രീതിയൊന്നും അല്ല. +1 +2 ഒക്കെ അതൊക്കെ മാറ്റിയെടുക്കും സാറ്. നിങ്ങൾ ഒന്ന് കേട്ട് ഒന്ന് ഇരുന്നാൽ മാത്രം മതി. അന്നേരം ഹിന്ദിയും സെക്കൻഡ് ലാംഗ്വേജും സനീഷ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 20 വർഷം എക്സ്പീരിയൻസ് ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും എക്സ്പീരിയൻസ് ഒരു വലിയ ഘടകമാണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അന്നേരം 20 വർഷം എക്സ്പീരിയൻസ് കൊണ്ട് ഡിഗ്രി മുതൽ പഠിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നവന് 10, 39 ആ റേഞ്ച് 40 വയസ്സ് കൊണ്ട് ഡിഗ്രി മുതൽ പഠിപ്പിച്ചു തുടങ്ങിയ ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്ന ആ ഒരു അറിവും അതിനോടൊപ്പം എക്സ്പീരിയൻസ് കൂടെ ആകുമ്പം അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് കമൻസ് ഇടാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും കിട്ടുന്ന അടിപൊളി ക്ലാസ്സുകളായിരിക്കും ഉറപ്പായിട്ട്. അന്നേരം നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കമൻസ് ഇടാം. അന്നേരം സാറിനെ അങ്ങ് ഏൽപ്പിക്കുകയാണ് ഞാൻ ഹിന്ദി. സനീഷ് സാറ് ഇനി ഹിന്ദിയുടെ ഉസ്താദ് ബാദുഷ അലം ഖാനായിട്ട് മാറും. ഓക്കെ, അന്നേരം സൂപ്പറായിരിക്കേ. നെവർ എവർ ഗീവ് അപ്പ്. എക്സ്ട്രാ ബോണസ് വരുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ കമൻസ് ഇട്ടേക്കുക. അന്നേരം ഞാൻ നിർത്തുന്നു. സ്കൂട്ടാവാണ്. ബാബായ് സി യു. ഇനിയെല്ലാം സനീഷ് സാർ നോക്കിക്കോളും. അല്ല, അടിപൊളിയായിട്ട്. മാഷ് ഒരു കാര്യം കൂടെ മറന്നുപോയി. ഈ സാറ് പഠിപ്പിക്കുന്നതിൻ്റെ നോട്ട്സ് സാറ് അത്യാവശ്യം നോട്ട്സ് ബോർഡിൽ തന്നെ എഴുതും. എന്നാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് പ്ലേലിസ്റ്റിനകത്ത് നോട്ട്സ് കൊടുത്തേക്ക്. അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കത്തില്ലേ? എളുപ്പമായിരിക്കും ഉറപ്പായിട്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ മറന്നുപോയി, സോറി. അന്നേരം ഇനി സാറിന് കൈമാറുകയാണ്. ഓക്കെ. നമസ്തേ സ്റ്റുഡൻസ്, എൻ്റെ പേര് സനീഷ് KS. ഞാൻ കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇനി നമുക്ക് അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അടുത്ത ബുധനാഴ്ച അടുത്ത ദിവസം തന്നെ നമുക്ക് ഹിന്ദിയുടെ എക്സാം, +1 ബോർഡ് എക്സാം ഹിന്ദി നടക്കാൻ പോകുന്നു. എല്ലാ കുട്ടികൾക്കും ചില ഒരു വെപ്രാളമോ പേടിയോ ഒക്കെ കാണുമായിരിക്കാം. കാരണം നിങ്ങൾ ഒരു ദിവസം പോലും റെഗുലർ ക്ലാസ്സായിട്ട് സ്കൂളുകളിൽ പോയിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന് ശേഷം നിങ്ങളിൽ 100% ആത്മവിശ്വാസവും 80-ൽ 80 മാർക്ക് മേടിക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം തരുന്നു. ഗിരീഷ് സാറുമായിട്ട് ഞാൻ വളരെ കാലങ്ങളായിട്ട് ഒരുമിച്ച് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ 10ാം ക്ലാസ്സിലും +1നും ഇതുപോലെ എക്സാമിന് മുമ്പായിട്ട് എക്സാം ടിപ്സ് ക്ലാസ്സുകൾ ഞാൻ എടുക്കാറുള്ളതാണ്. അത് വളരെ വിജയമായിട്ടാണ് കണ്ടു വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷത്തെ +1 അല്ലെ +2 സ്കോറിംഗ് സിസ്റ്റത്തെക്കാൾ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ ഇതൊരു ഘടകമായതുകൊണ്ട് മാത്രം നമ്മുടെ ഈ +1 എക്സാമിന് പോകുന്നത് നിങ്ങൾക്കറിയാം എങ്കിൽ തന്നെ ആർക്കെങ്കിലും അറിയാൻ വയ്യെങ്കിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചെറിയ വാക്കുകൾ പറയുന്നു. അതായത് നമുക്ക് ആദ്യത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ 8 ചോദ്യങ്ങൾ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് നിർബന്ധമായും നമ്മൾ എഴുതണം. അതിന് ടോട്ടൽ സ്കോർ 4 മാർക്കാണ്. ഇനി നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ 1 2 എഴുതാം. ഇനി ആദ്യത്തെ 8 ക്വസ്റ്റ്യൻസിനകത്തു നിന്ന് 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയയിൽ നിന്നും, ബാക്കി 2 മാർക്ക് ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തു നിന്നാണ് വരുന്നത്. ഇനി അതിന് ഈ ഒരു കാര്യത്തിൽ മാത്രം, ഈ 1 മാർക്കിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ഏരിയയിൽ മാത്രം സ്ട്രെസ് കൊടുത്ത് നിൽക്കരുത്. കാരണം ഇനി നമുക്ക് ഈ 1 മാർക്കിൻ്റെ ചോദ്യത്തിന് അത് വരുന്നതെന്ന് വെച്ചാൽ ആദ്യമേ
ഏതെങ്കിലും ഒരു പാഠം തന്നിട്ട് യഹ് കിസ് വിദാ കാ അംശഹെ അല്ലെങ്കിൽ കിസ് പ്രോക്തി കാ അംശഹെ പരീക്ഷയ്ക്ക് ചോദിക്കാം യഹ് കിസ് വിദാ കാ അംശഹെ യഹ് കിസ് പ്രോക്തി കാ അംശഹെ മിക്കവാറും +1 എക്സാമിന് വിദാ കാ അംശം എന്നാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ആ വിദ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഹാനിയുണ്ട്, ലഘുകഥയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് +1ൻ്റെ ഫോക്കസ് ഏരിയ മാത്രം നോക്കി നിൽക്കാതെ, വളരെ കുറച്ചല്ലേ ഉള്ളൂ പഠിക്കാൻ, ഫോക്കസ് ഏരിയ മാത്രം നോക്കാതെ എല്ലാ പാഠങ്ങളുടെയും പാഠത്തിൻ്റെ പേര്, കൂടാതെ രണ്ടാമത് രചനാകാർ, അതും 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഇതിനകത്ത് ചോദിക്കും. അതായത് വിധ ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് ഒരു ചോദ്യം ചോദിക്കും. രചനാകാർ, രചനാകാരനെ കുറിച്ച് 2 ചോദ്യം ചോദിക്കും. ഒന്ന് കവിതയെക്കുറിച്ചും ചോദിക്കും, ഒരു ഗദ്യഭാവത്തെക്കുറിച്ചും ചോദിക്കും. പിന്നെ അടുത്തത് നമുക്ക് മൂന്നാമതായിട്ട് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു പാഠം തന്നിട്ട് ആ പാഠത്തിൽ ഒരു കഥാപാത്രത്തിൻ്റെ പേര് എഴുതാൻ ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റോടുകൂടി ഉത്തരം എഴുതണമെങ്കിൽ ആ എല്ലാ പാഠത്തിലെയും കഥാപാത്രങ്ങളുടെ പേര് നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അടുത്തത് വീണ്ടും ഇതേ ചോദ്യം തന്നെ നേരെ തിരിച്ച് ചോദിക്കും. അതായത് ചോദ്യം ഇതാണ്, നമുക്ക് മോഡൽ പരീക്ഷയ്ക്ക് കണ്ടല്ലോ, ഹേമ എന്ന കഥാപാത്രം ഏത് പാഠത്തിലെയാണ്, അതുപോലെ ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എല്ലാ പാഠത്തിൻ്റെ പേര്, രചനാകാരൻ്റെ പേര്, 3 വിധ ഏതാണ്, 4 കഥാപാത്രങ്ങൾ ഏതൊക്കെ. അത് വളരെ കുറച്ചേ ഉള്ളൂ, 6, 7, 8 പാഠത്തിൻ്റെ ഉള്ളൂ. അത് നിങ്ങൾ നിർബന്ധമായും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് പഠിച്ചിരിക്കണം. അത് ഇപ്പോൾ നമുക്ക് വിശദമായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇത് നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങൾക്ക് നോട്ട് അയച്ചു തരുന്നതായിരിക്കും. ഒന്ന് എളുപ്പമൊന്ന് വായിക്കുക, നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും. നമ്മൾ ആദ്യത്തെ പാഠം അനുതാപ്. തീർച്ചയായിട്ടും അനുതാപിനെ കുറിച്ച് രചനാകാർ ആരാണെന്ന് ചോദിച്ചാൽ സുകേഷ് സാഹനി, അത് നിങ്ങൾക്കറിയാം. വിധ അല്ലെങ്കിൽ പ്രോക്തി ഏത് വിഭാഗത്തിൽപ്പെടുന്നു ചോദിച്ചാൽ ലഘു കഥ. ഇനി കഥാപാത്രങ്ങൾ അസലം, യാത്രി അല്ലെങ്കിൽ ബാബുജി എന്ന് പറയാം, നയ റിക്ഷോവാല, ഇത്രയും കഥാപാത്രങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അനുതാപ് പാട്ടെ കിസി എക്ക് കഥാപാത്ര കാ നാം ലിഖേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അസ്ലം എന്നെഴുതുന്നതാണ് ഇച്ചിവിടെ പെർഫെക്റ്റ്. ഏത് കഥാപാത്രം എഴുതിയാലും സ്കോർ വീഴും, പക്ഷേ അസ്ലം എന്നെഴുതുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തത് മധുഋതു കവിത, അത് രചനാകാർ ജയശങ്കർ പ്രസാദ്. അതിൻ്റെ കവിത ആയതുകൊണ്ട് പ്രോക്തി അല്ല വിധ ചോദിക്കാൻ ചാൻസ് കുറവാണ്, ചോദിച്ചാൽ കവിത എന്ന് എഴുതുക. അടുത്തത് ജുലൂസ് എന്ന പാഠം രചനാകാർ ചിത്ര മുത്കൽ. ഒരു 100% ചോദിക്കാൻ ചാൻസ്. ജുലൂസ് എന്ന പാഠം ഏതു വിധയുടെ അംശമാണ്? അപ്പോൾ നിങ്ങൾ വ്യക്തമായി എഴുതണം നാട്യരൂപാന്തർ എന്ന് എഴുതുക. ഇനി അതിലെ കഥാപാത്രങ്ങൾ നമുക്കെല്ലാം അറിയാം. ശംഭുനാഥ്, ദീൻ ദയാൽ, മൈക്കു, ബീർബൽ സിംഗ്, ഇബ്രാഹിം അലി. ഇനി ഈ ഒരു പാഠത്തിന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ക്യാരക്ടർ സ്കെച്ച് വരും. അതും ഈ പാഠത്തിൽ നിന്ന് തന്നെയായിരിക്കും ചോദിക്കുന്നത്. അടുത്തത് ബ്ലാക്ക് ഫിലിം. അതായത് ബ്ലാക്ക് ഫിലിം എന്താണെന്ന് ചോദിച്ചാൽ അത് ഫിൽമി സമീക്ഷ, അതായത് സിനിമാ നിരൂപണമാണ് ബ്ലാക്ക്. ഇനി അതിലെ കഥാപാത്രങ്ങൾ മിഷേൽ, ദേവരാജ് സഹായ്. അപ്പോൾ മിഷേലും ദേവരാജ് സഹായുമാണ് അതിനകത്തെ കഥാപാത്രങ്ങൾ. ഇനി ഇതിനകത്ത് രചനാകാരൻ എന്നങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ ചോദിക്കാം അതിൻ്റെ ഡയറക്ടർ ആരാണ്. അപ്പോൾ സഞ്ജയ് ലീല ബൻസാലി, അല്ലെങ്കിൽ അതിൻ്റെ പട്കഥ ആരാണ്, ഇനി സൗണ്ട് മിക്സിംഗ് ആരാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് എഴുതുക. ഇനി ചാന്ദ് ഔർ കവി, അത് ഫോക്കസ് ഏരിയയ്ക്ക് പുറത്താണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അത് പഠിക്കാതിരിക്കല്ലേ. കാരണം ചാന്ദ് ഔർ കവി നാമ കവിത കിസ്നെ ലിഖി ചോദിക്കാം. 1 മാർക്കാണ്, പക്ഷേ ആ 1 മാർക്ക് 8 ചോദ്യത്തിൽ 4 മാർക്ക് നമ്മൾ ഉത്തരം നിർബന്ധമായി എഴുതണം. അതിലൊന്ന് തെറ്റിപ്പോയാൽ നമുക്ക് 80-ൽ 80 എന്ന സ്കോറിൽ നിന്നേക്ക് നമ്മൾ 79ലേക്ക് ചാടിപ്പോകും. അതുണ്ടായിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തു നിന്ന് ചാന്ദോർ കവി, രചനാകാർ രാംധാരി സിംഗ് ദിൻകർ, വിധ കവിത. ഇനി അതിനകത്തെ കഥാപാത്രം ചോദിക്കുകയല്ല, ഇനി അഥവാ ചോദിച്ചാൽ കവി ഔർ ചാന്ദ്, കവിയും ചാന്തും തമ്മിലുള്ള സംഭാഷണമാണ് ആ കവിതയിൽ. ഇനി ആനന്ദ് കി ഭുൽജഡിയാം, ഇത് നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ള പാഠമാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാഠവും ആണ്. ഇനി എഴുതിയതാൾ ആരാന്ന് ചോദിച്ചാൽ അനന്ത് ഗോപാൽ ഷെവഡെ. വിധ അല്ലെങ്കിൽ പ്രോക്തി ഏതാന്ന് ചോദിച്ചാൽ നിബന്ധ്. ഇനി ഇതിനകത്ത് കഥാപാത്രങ്ങൾ കുറേയുണ്ട്. ബൂട്ട ആത്മി, വൃദ്ധനായ മനുഷ്യൻ. നൗജവാൻ, ഒരു ചെറുപ്പക്കാരൻ. സംഭ്രാന്ത് മഹിള, അതായത് മിഡിൽ ക്ലാസ് ഫാമിലെ ഉന്നത കുലജാതിയായ ഒരു സ്ത്രീ.
ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അമേരിക്കൻ പ്രസിഡന്റായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ടിക്കറ്റ് ബാബു ഉണ്ട്, ക്ലർക്ക് ഉണ്ട്. ഇനി പത്തർ കി ബെഞ്ച്, അത് നമ്മുടെ ഫോക്കസ് ഏരിയയ്ക്ക് അകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രകാന്ത് ദേവതാലെ, എഴുതിയ ആള് ചന്ദ്രകാന്ത് ദേവതാലെ. വിധ കവിത. ഇനി ദുഃഖ്, ഇനി ആകെ നമ്മുടെ ഫോക്കസ് ഏരിയയ്ക്ക് പുറത്ത് 2 കഥകളേ ഉള്ളൂ. അതിനകത്തെ കഥാപാത്രങ്ങളും എഴുതിയ ആളുടെയും വിധയും ഒന്ന് പഠിക്കുവാണെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനം തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം 8 ചോദ്യവും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൽ എളുപ്പമുള്ളത് നോക്കി എഴുതാം. 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതുന്നതിൽ ഇച്ചിരി ബെറ്റർ. അപ്പോൾ ദുഃഖ് യശ്പാൽ, വിധ ഏതാന്ന് ചോദിച്ചാൽ കഹാനി, കഥാപാത്രങ്ങൾ ദിലീപ്, ഹേമ, ജഗദൂക്കി മാ. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം ഹേമ കിസ് പാട്ട് കാ കഥാപാത്ര എന്നായിരുന്നു ചോദിച്ചാൽ അപ്പോൾ നമ്മൾ എഴുതേണ്ടിയിരുന്നത് ദുഃഖ്. പക്ഷെ നമ്മൾ എന്ത് ശ്രദ്ധിച്ചിരുന്നില്ല, ഫോക്കസ് ഏരിയയിൽ മാത്രം സ്ട്രെസ് കൊടുത്തു. അതുകൊണ്ട് നമുക്കത് എഴുതാൻ പറ്റിയില്ല. ഇനി നമ്മുടെ ബോർഡ് എക്സാമിന് ദിലീപ് കിസ് പാട്ട് കാ കഥാപാത്ര ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് എഴുതാം, ദുഃഖ്. അടുത്ത പാഠം അപരാധ്. ഇനി എഴുതിയ ആള് ഉദയപ്രകാശ്, വിധ കഹാനി. അതിനകത്ത് 2 കഥാപാത്രമേ ഉള്ളൂ, ഒന്ന് ബഡാഭായി, ചോട്ടാഭായി. ഇനി അടുത്തത് ലാസ്റ്റ് കവിത കഹ്ന നഹി ആത്ത, എഴുതിയ ആള് പവൻ കരൺ. അപ്പോൾ തീർച്ചയായിട്ടും അത് ലാസ്റ്റ് പാഠമായതുകൊണ്ട് തന്നെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതായത് കഹ്ന നഹി യാത്ര കിസ്കി കവിത ഹേ ചോദിക്കാം. അപ്പോൾ പവൻ കരൺ. ഇത്രയുമാണ് നിങ്ങൾ 1 വേർഡ് ക്വസ്റ്റ്യൻസിന് വേണ്ടി തയ്യാറാക്കി വെച്ചാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും 4 മാർക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ 1 വേർഡിൻ്റെ അതായത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനകത്ത് പിന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെക്ഷൻ ക്ലാസ് ഉണ്ട്. അതിൽ ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പറയും. അത് മിക്കവാറും വരും. കാരണം അസ്ലം ഗോ കോൺ സി ബീമാരീതി, അസ്ലമിന് എന്തായിരുന്നു അസുഖം, അങ്ങനത്തെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും. ഇനി നമ്മുടെ ഈ ക്ലാസ് ഇപ്പം നമ്മുടെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 3 ചോദ്യങ്ങളാണ് 2 മാർക്കിന് എഴുതേണ്ടത്. അതായത് ടോട്ടൽ സ്കോർ 6. പക്ഷേ ആ 3 ചോദ്യത്തിന് നമ്മൾക്ക് 6 ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. നിർബന്ധമായും നമ്മൾ 3 ചോദ്യങ്ങൾ എഴുതിയേ പറ്റൂ. ആ 3 ചോദ്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ എക്സ്ട്രാ ഒരെണ്ണം കൂടി ഇടുകയാണെങ്കിൽ അതിൽ ബെറ്റർ എടുക്കും. ഒരു കാരണവശാലും ഈ 3 ചോദ്യങ്ങൾക്ക് 2 മാർക്ക് വീതം 6 സ്കോർ, അതിന് മേളോട്ട് നിങ്ങൾക്ക് സ്കോർ പോകത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ 6 മാർക്ക് തന്നെ നിലനിർത്താൻ ഒരെണ്ണം എക്സ്ട്രാ എഴുതുന്നത് നിങ്ങളെ സഹായിക്കും. പിന്നെ എക്സ്ട്രാ എഴുതുന്നത് നമ്മുടെ 80 മാർക്കിനുള്ള സ്കോർ നിങ്ങൾ ഓരോ സെക്ഷനിലെയും സെപ്പറേറ്റ് സുരക്ഷിതമാക്കി വെച്ചതിന് ശേഷം മാത്രമേ എക്സ്ട്രയിലേക്ക് പോകാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ സമയം കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീടൊരു വിഷമത്തിലേക്ക് പോകും. ഇനി ആ 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് 2 മാർക്ക് ചോദ്യത്തിന് നമ്മുടെ ഓരോ പാഠം, അതായത് നമ്മൾ ഫോക്കസ് ഏരിയയിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി. ഓരോ പാഠത്തിൻ്റെയും ആ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചെറിയ ബോക്സിനകത്ത് ചെറിയ ചെറിയ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഉത്തരങ്ങൾ നിർബന്ധമായും ഈ 2 മാർക്കിൻ്റെ ചോദ്യത്തിന് വേണ്ടി നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി അതിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 5 എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതായത് 5 ഗുണം 6 30 മാർക്കുകൾ. അതിന് നമുക്ക് 10 ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അതിൽ 7 ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഏരിയയിൽ നിന്നും 3 ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തു നിന്നാണ്. അതിന് പ്രധാനമായി വരുന്ന ചോദ്യങ്ങൾ, അതായത് നമ്മുടെ ഹിന്ദി സ്റ്റുഡൻസ് അല്ലെങ്കിൽ പൊതുവെ പറയുന്നത് ലാംഗ്വേജ് പഠിക്കുന്ന ലാംഗ്വേജിൻ്റെ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ എഴുതിയതിന് ശേഷം സ്റ്റുഡൻസിൻ്റെ ഒരു പരാതി എന്ന് പറയുന്നത് ഞങ്ങൾ കുറേ പഠിച്ചു, പക്ഷെ പഠിച്ചതൊന്നുമല്ല പരീക്ഷയ്ക്ക് വരുന്നത്. പക്ഷേ നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രധാനമായി പഠിക്കണം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് 100% ആ ഉത്തരം നാളത്തെ അല്ലെങ്കിൽ ബുധനാഴ്ചത്തെ എക്സാമിന് നിങ്ങൾ എഴുതിയിരിക്കും. അതായത് നമുക്ക് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ലിസ്റ്റിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കവിതാംശ് കി ആസ്വാദൻ ടിപ്പണി, കവിതയുടെ ആസ്വാദൻ ടിപ്പണി. ഇനി കവിതയുടെ ആസ്വാദൻ ടിപ്പണി ഇനി ഓരോന്നിനെക്കുറിച്ച് നമ്മൾ വിശദമായ ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ബാക്കിയായിട്ട് നമുക്ക് എടുക്കാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചർച്ച ചെയ്ത് പോകാം. കവിതയുടെ ആസ്വാദൻ ടിപ്പണി പരീക്ഷയ്ക്ക് ചോദിക്കും. 2, ഇതേ ചോദ്യം തന്നെ വേറൊരു ലാംഗ്വേജിൽ വേറൊരു കവിതയിൽ നിന്ന്, അത് മധുകൃതു കവിതയിൽ നിന്ന് ആസ്വാദൻ ടിപ്പണി ചോദിച്ചു കഴിഞ്ഞാൽ പത്തർ കി ബെഞ്ച് എന്ന കവിതയിൽ നിന്ന്
ചിലപ്പോൾ ടിപ്പണി എന്ന് ചോദിക്കും, മറ്റത് ആസ്വാദന ടിപ്പണി എന്ന് ചോദിക്കും. ടിപ്പണി അല്ലെങ്കിൽ ഭാവ സ്പഷ്ടകരം, രണ്ടും ഏകദേശം ഒരേ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. രണ്ടിനും 6, 6 12 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. നിങ്ങൾക്ക് ഇനി ഒരു കവിതയുടെ ആസ്വാദന ടിപ്പണി എങ്ങനെ എഴുതണം അതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ കാണുമായിരിക്കും. ഏറെക്കുറെ ഒരു 90% സ്റ്റുഡൻസും ചെയ്യുന്ന പരിപാടി ആ ചോദ്യപേപ്പറിലെ കവിത നോക്കുന്നു, അതിൻ്റെ വരിയെല്ലാം കൂടെ അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുന്നു, എന്തെങ്കിലും ഒരു സ്കോർ മേടിക്കുന്നു. പക്ഷേ ഇതിനകത്ത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ്, അതായത് നമ്മുടെ ക്ലാസ്സുകളിൽ ഇനി നമ്മൾ ഓരോന്ന് വിശദമായി പഠിപ്പിക്കുന്ന സമയത്ത് സ്കോറിംഗ് കീയെക്കുറിച്ചും കൂടി ഒന്ന് ചർച്ച ചെയ്യും. കാരണം നിങ്ങൾ എന്തെങ്കിലും എഴുതിയാൽ ചുമ്മാ മാർക്ക് കിട്ടത്തില്ല. സ്കോറിംഗ് കീക്ക് അനുസരിച്ച് വേണം ലാംഗ്വേജിൻ്റെ ആൻസേഴ്സ് എഴുതാൻ. അതായത് പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധ കൊടുത്ത് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കതിൻ്റെ സ്കോറെല്ലാം കറക്റ്റായിട്ട് വീണു പോകും. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആസ്വാദന ടിപ്പണിയാണെങ്കിൽ അതിന് മിനിമം 3 പാരഗ്രാഫ് നിർബന്ധമായും വേണം. 3 പാരഗ്രാഫ്. ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് കവിതയുടെ ഗദ്യരൂപം അല്ലെങ്കിൽ ആസ്വാദനമായിട്ട് നിങ്ങൾ അതിൻ്റെ ഭാവത്തെക്കുറിച്ച് എഴുതുന്നത്. തേർഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് കൺക്ലൂഷൻ. അപ്പോൾ നിർബന്ധമായും കവിതയുടെ ആസ്വാദന ടിപ്പണി എഴുതുന്ന നിങ്ങൾ 3 പാരഗ്രാഫായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം ഓരോ പാരഗ്രാഫിന് ഇൻട്രൊഡക്ഷന് ഇത്ര മാർക്ക്, സെക്കൻഡ് പാരഗ്രാഫിൽ ഇത്ര മാർക്ക്, തേർഡ് പാരഗ്രാഫായ കൺക്ലൂഷന് ഇത്ര മാർക്ക്, അങ്ങനെയാണ് പേപ്പർ നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റ പാരഗ്രാഫിൽ എഴുതിയാൽ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിന് എളുപ്പമായി. നിങ്ങൾ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നു എനിക്ക് ഫുൾ സ്കോർ വേണ്ട. അപ്പം എല്ലാം നമ്മളത് വിശദമായ ക്ലാസ് എടുക്കുന്നതാണ്. ഇനി അപ്പോൾ ആസ്വാദന ടിപ്പണി പരീക്ഷയ്ക്ക് വരും. രണ്ട് ആസ്വാദന ടിപ്പണിക്കും, ഒരിടത്ത് ആസ്വാദന ടിപ്പണി, ഒരിടത്ത് ഭാവസ്പഷ്ടകരി എന്ന് പറഞ്ഞ് 2 കവിതയിൽ നിന്നും ചോദിക്കും. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചരിത്രപർ ടിപ്പണി, ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ചോദ്യമാണ്. കൂടുതലും കൂടുതൽ ജുലൂസ് എന്ന പാഠത്തിനകത്തുനിന്ന് ക്യാരക്ടർ സ്കെച്ച് വരാനാണ് ചാൻസ്. അതിൽ ഏത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോഴും നമുക്ക് തോന്നിയ പോലെ അല്ല എഴുതേണ്ടത്. പിന്നെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ചുമ്മാ അങ്ങ് വാരി വലിച്ചങ്ങ് എഴുതിയാൽ മാത്രമേ സ്കോർ കിട്ടിയുള്ളൂ. പക്ഷേ നമ്മുടെ ആദ്യം 1 മാർക്കിൻ്റെ ചോദ്യം പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതിയാൽ മതി. 2 മാർക്കിൻ്റെ ചോദ്യത്തിനകത്ത് അവർ പറയുന്നത് ഏക് യാ ദോ വാക്യമേ ഉത്തർ ലിഖിയേ, 1 or 2 വാക്യത്തിൽ ഉത്തരം എഴുതിയാൽ മതി. 6 മാർക്കിൻ്റെ ചോദ്യത്തിന് അവർ ഡിമാൻഡ് ചെയ്യുന്നത് 4 या 5 വാക്യമേ ലിഖിയേ, അത്രയും മതി എന്ന് പറഞ്ഞ് നിങ്ങൾ തീരെ അങ്ങ് ശോഷിപ്പിക്കേണ്ട. പക്ഷേ വാരി വലിച്ച് അനാവശ്യമായിട്ട് എഴുതും തോറും ഗ്രാമർ മിസ്റ്റേക്കുകൾ വന്നുകൊണ്ടേയിരിക്കും, സ്കോറുകൾ താന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്യാരക്ടർ സ്കെച്ച് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും. അത് വരുന്ന സമയത്ത് അതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളും കോമൺ ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് തരും. അതായത് കോമൺ ആയിട്ട് ഒരു നമുക്ക് 4-5 സെൻറ്റൻസ് അല്ലെ ഒരു 8 സെൻറ്റൻസ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനകത്ത് 5 സെൻറ്റൻസോളം നമ്മൾ കോമൺ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. 5 സെൻറ്റൻസ്, ബാക്കി 3 സെൻറ്റൻസ് നിങ്ങൾ ഇടയ്ക്കോട്ട് ഫില്ല് ചെയ്താൽ മതി. അത് നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഉടനെ ഇടുന്നതായിരിക്കും. ഇനി അടുത്തത്, അപ്പോൾ ക്യാരക്ടർ സ്കെച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ 100% ചാൻസ് ഉള്ള 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പാഠത്തിനകത്തെ ഫോക്കസ് ഏരിയ ആകാം, ഫോക്കസ് ഏരിയയ്ക്ക് പുറത്താകാം. പക്ഷേ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡാകുകയേ വേണ്ട. ഏതെങ്കിലും ഒരു ജീവൻ വൃത്ത് ക്വസ്റ്റ്യൻ പേപ്പർ തരും. ഒരു ബോക്സ് ഒക്കെ ഇട്ടിട്ട് ജീവൻ വൃത്ത്, അതായത് ബയോഡേറ്റ ഹിന്ദിയിൽ തരും. ചിലപ്പം പ്രേംചന്ദ് ആയിരിക്കാം, ചിലപ്പോൾ ജയശങ്കർ പ്രസാദ് ആയിരിക്കാം, ചിലപ്പോൾ ചിത്രാ മുദ്ഗൽ ആയിരിക്കാം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് 4 ക്ലൂവും തരും. ഏറ്റവും ആദ്യം നാം, പ്രേംചന്ദ് ആണെങ്കിൽ പ്രേംചന്ദ് ജന്മത്തെക്കുറിച്ച് എഴുതുന്നു. പിന്നെ പ്രമുഖ രചനായേയും, പിന്നെ വിശേഷതായേയും, അങ്ങനെ ചിലപ്പോൾ മരിച്ച കവികളാണെങ്കിൽ മൃത്യു, അങ്ങനെ ഒരു 3-4 സൂചനകൾ തരും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, ഇതിന് സ്കോർ 6 അല്ലേ, ഞാൻ വാരി വലിച്ചെഴുതണോ, കയ്യിൽ നിന്നല്ല അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ എഴുതണോ? വേണ്ട, അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അതായത് ഇതിനകത്ത് വ്യക്തമായിട്ട് ചോദ്യത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്, ജീവൻ വൃത്ത് കെ ആധാർ പർ ജീവനി തയ്യാർ കരേം, ബയോഡേറ്റയെ അടിസ്ഥാനമാക്കി ജീവനി തയ്യാർ കരേം, ജീവചരിത്രം എഴുതുക. അതിന് ചില നിയമങ്ങളുണ്ട്, അതിന് ഞാൻ കോമൺ ആൻസേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അടുത്തത് 6 മാർക്കിന് ചോദ്യമായിട്ട് ഇനി വരുന്നത് നമ്മുടെ പോസ്റ്റർ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. പോസ്റ്റർ ഇനി 10ാം ക്ലാസ് കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് പോസ്റ്ററൊക്കെ ശരിക്കും അറിയാമായിരിക്കാം. എന്തായാലും പോസ്റ്ററിനെ കുറിച്ച് നമ്മൾ വിശദമായ ക്ലാസ്സുകൾ മുന്നോട്ട് എടുക്കുന്നുണ്ട്. ഇനി പോസ്റ്ററിന് ശേഷം
നമുക്ക് 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ശീർഷകയ്ക്ക് സാർത്ഥകത വരാൻ ചാൻസ് ഉള്ള ചോദ്യം. അതായത് ഏതെങ്കിലും ജുലൂസ് ആണെങ്കിൽ ജുലൂസ് ശീർഷകം യോജിച്ചാണ്, അതിൻ്റെ ഹെഡ്ലൈൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാം. അല്ലെങ്കിൽ അനുതാപ് ശീർഷകത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ഏരിയയ്ക്ക് പുറത്ത് അപരാധ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ വേണ്ട, അതിനും കോമൺ ആൻസർ ഞാൻ നിങ്ങൾക്ക് ഉടനെ തന്നെ തരുന്നതാണ്. ഇനി പിന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് 6 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് സംക്ഷേപൺ. ചില കുട്ടികൾക്ക് അത് മനസ്സിലായി കാണത്തില്ലായിരിക്കും. സംക്ഷേപൺ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏക് തിഹായി കർക്കെ ലിഖേം, അല്ലെങ്കിൽ സാരാംശ ലിഖേം, അങ്ങനെ ചോദിക്കാം. അപ്പം സംക്ഷേപൺ എന്ന് ചോദിച്ചാലും സംക്ഷിപ്ത് കർക്കെ എന്ന് ചോദിച്ചാലും ഏക് തിഹായി കർക്കെ ലിഖേം എന്ന് ചോദിച്ചാലും എല്ലാം ഒന്ന് തന്നെയാണ്. ആ ചോദ്യത്തിൻ്റെ മലയാളാർത്ഥം നമ്മൾ മലയാളത്തിൽ പറയുന്നത് 3-1 സംഗ്രഹിച്ചെഴുതുക എന്ന് പറയും. അപ്പോൾ ചോദ്യപേപ്പറിനകത്ത് ചിലപ്പോൾ കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ കാണും. സ്കോർ 6, ചോദ്യപേപ്പറിൽ ചിലപ്പം 6 സെൻറ്റൻസേ കാണത്തുള്ളൂ. അപ്പോൾ അതിനെ 1/3 ആക്കിയാൽ എത്ര സെൻറ്റൻസ് എഴുതേണ്ടത്? വെറും 2 സെൻറ്റൻസ്. പക്ഷേ 6 മാർക്ക് കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? 6 സെൻറ്റൻസ്, അതായത് ചോദ്യപേപ്പറിൽ 6 സെൻറ്റൻസ് തന്നിട്ട് ആ 6നെ 3-1 ചുരുക്കാൻ പറയുമ്പോൾ നിങ്ങൾ സ്കോർ 6 കിട്ടാൻ വേണ്ടി 6 സെൻറ്റൻസും 7 സെൻറ്റൻസും 8 സെൻറ്റൻസും ആവുന്നു. പെട്ടെന്ന് സ്കോർ നേരെ ക്രോസ് വെട്ട് കിട്ടി സ്കോർ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ ആ ചോദ്യം വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ തന്നെ അടുത്ത ക്ലാസ്സിലെ വീഡിയോ ഇടുന്നതാണ്. ഇനി അടുത്തത് പിന്നെ നമുക്ക് വാർത്താലാപ് എന്ന് പറയുന്നത് സംഭാഷണം ഒരു പ്രത്യേക സ്റ്റാൻഡേർഡിൽ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ഉയർത്താൻ പറ്റും. ഇനി വാർത്താലാപ് 6 മാർക്കിൻ്റെ ചോദ്യമായിട്ടും ചോദിക്കാം, 8 മാർക്കിൻ്റെ ചോദ്യമായിട്ടും ചോദിക്കാം. അപ്പോൾ വാർത്താലാപ് ചോദിക്കാം. പിന്നെ ചെറിയ ടിപ്പണി എഴുതാനായിട്ട്, അതായത് നമ്മുടെ പത്തർ കി ബെഞ്ച് കവിത കവി കാ മൻ ആശങ്കീത് ഹേ ക്യോം, അത് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് പത്തർ കി ബെഞ്ച് കവിതയിലെ കവിയുടെ മനസ്സ് ആശങ്കാകുലനാണ്, എന്തുകൊണ്ട്? പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഒരു യാത്രിയുടെ ആ അനുതാപ് എന്ന പാഠത്തിൻ്റെ 2nd പേജിൽ ഇന്നലത്തെ സംഭവം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ തെളിഞ്ഞു വന്നു എന്ന് പറയുന്നു. എന്താണ് ആ സംഭവം? ചോദിക്കാം. 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാം. ഇനി നമ്മൾ നേരെ 8 മാർക്കിൻ്റെ ലിസ്റ്റിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാർത്താലാപ് 8 മാർക്കായിട്ടും ചോദിക്കാം. പിന്നെ 100% ഉറപ്പ് ക്വസ്റ്റ്യനായിട്ട് ഫോക്കസ് ഏരിയയ്ക്ക് പുറത്താണ്, പക്ഷേ നിങ്ങൾ 100% എഴുതേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ബ്ലാക്ക് ഫിലിം കി സമീക്ഷ, ബ്ലാക്ക് സിനിമയുടെ നിരൂപണം നിർബന്ധമായും നിങ്ങളത് പഠിച്ചേ പറ്റൂ. കാരണം അത് 2 രീതിയിലാണ് ചോദ്യം ചോദിക്കാം. ഒന്ന്, മൻപസന്ത് ഫിലിമിക്ക് സമീക്ഷ തയ്യാറേ, മനസ്സിന് ഇഷ്ടമുള്ളൊരു സിനിമയുടെ നിരൂപണം എഴുതാം, അല്ലെങ്കിൽ ബ്ലാക്ക് ഫിലിമിക്ക് സമീക്ഷ. നിങ്ങൾ പഠിച്ച പാഠമായതുകൊണ്ട് ഡയറക്റ്റായിട്ട് ബ്ലാക്ക് സിനിമയുടെ നിരൂപണം. അപ്പോൾ ഇത് 2 ചോദിച്ചാലും നമുക്കൊരു ഉത്തരം മതി. ബ്ലാക്ക് പഠിച്ചാൽ ഒരു നേട്ടമുണ്ട്. മൻപസന്ത് ചോദിച്ചാലും എഴുതാം, ബ്ലാക്ക് ചോദിച്ചാലും എഴുതാം. ഇനി അത് എങ്ങനെ എഴുതണം എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇനി അതിനുശേഷം നമ്മൾ അടുത്തത് ബ്ലാക്ക് സിനിമയ്ക്ക് ശേഷം നമുക്ക് ഉറപ്പ് ക്വസ്റ്റ്യനാണ് 8 മാർക്കിൻ്റെ സൂചന അധികാർ പത്ര. സൂചന അധികാർ പത്ര 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം ആ 8 മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇത് 2 മെത്തേഡിൽ എഴുതാം. പക്ഷെ നിങ്ങൾ എഴുതേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് പൊതുവെ എല്ലാ ടീച്ചേഴ്സിനും ഇഷ്ടമുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആ മെത്തേഡിൽ എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് സ്കോർ നിങ്ങൾക്ക് ഉയരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ ആ മെത്തേഡിൽ എഴുതിയാൽ മതി. അതിന് കോമൺ ആയിട്ട് ഞാനൊരു ആൻസർ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ആൻസറിൽ 2-3 സ്ഥലത്ത് ഡാഷ് കാണും. അവിടെ ഏതാണോ പ്രശ്നം, എന്തായാലും സോഷ്യൽ ഇഷ്യൂസ് മാത്രമേ നമ്മുടെ സൂചന അധികാർ പത്രമായിട്ട് ചോദിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ സോഷ്യൽ ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യം നമുക്ക് കോമൺ ആൻസർ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇനി അടുത്തത്, അപ്പോൾ 8 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വാർത്താലാപ് ചോദിക്കാം, ബ്ലാക്ക് സിനിമയുടെ നിരൂപണം ചോദിക്കാമല്ല ചോദിക്കും, സൂചന അധികാർ പത്ര ചോദിക്കാമല്ല ചോദിക്കും. അടുത്തത് നിങ്ങൾക്ക് 94-ാമത്തെ പേജ്, അതായത് ടെക്സ്റ്റ് ബുക്കിലെ 94-ാമത്തെ പേജ്, ആ 94-ാം പേജിലെ പാരിഭാഷിക് ശബ്ദാവലി ഓർത്തോണം. പാരിഭാഷിക് ശബ്ദാവലി, അതായത് പേജ് നമ്പർ 94-ലെ സമയക്കെ സാത്ത് അംഭി എന്ന് പറഞ്ഞിട്ട് ആഡ് അക്കൗണ്ട്, ക്യാൻസൽ കാറ്റഗറീസ്, അങ്ങനെ യൂസർ നെയിം വരെ നിങ്ങളുടെ പുസ്തകത്തിൽ 94-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. അത് 32 നമ്പർ ആണ് കൊടുത്തേക്കുന്നത്. ആ 32 എണ്ണത്തിനകത്തുനിന്ന്
നിങ്ങൾക്ക് ഏതെങ്കിലും 8 എണ്ണം ചോദിക്കും. ഇനി പരീക്ഷയൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതി പഠിക്കാനൊന്നും ശ്രമിക്കേണ്ട. കാരണം ചോദ്യവും ഉത്തരം ബ്രാക്കറ്റ് അല്ലെങ്കിൽ വേറൊരു കോളത്തിൽ ഉത്തരവും കാണും. നിങ്ങളത് തമ്മിൽ മാച്ച് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ടൊന്ന് വായിച്ചെങ്കിലും ഒന്ന് പഠിച്ച് നിർബന്ധമായും പഠിച്ചിരിക്കണം. കാരണം 8 മാർക്ക് അത് ഫോക്കസ് ഏരിയയ്ക്ക് പുറത്താണ്. പക്ഷേ ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തു നിന്നുള്ള ചോദ്യത്തിൽ നിന്ന് വരുന്ന 100% ഉറപ്പുള്ള ക്വസ്റ്റ്യനാണ്. പേജ് നമ്പർ 94 ഏതാണ് സമയ കെ സാത്ത് ഹംഫി എന്ന ചോദ്യം. പിന്നെ നമുക്ക് 8 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കുന്നത് പോസ്റ്റർ 6 മാർക്കിൻ്റെ ലിസ്റ്റിലും വന്നായിരുന്നു. ചിലപ്പോൾ അത് 8 മാർക്കിൻ്റെ ലിസ്റ്റിലും വരും. ഇനി 8 മാർക്കിൻ്റെ ലിസ്റ്റിലെ അടുത്ത ചോദ്യം വിജ്ഞാപൻ. വിജ്ഞാപൻ എന്ന വാക്കിൻ്റെ അർത്ഥം അഡ്വർടൈസ്മെൻറ്റ്. ഇനി അഡ്വർടൈസ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്യം. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പുതുതായിട്ട് സെയിൽ കൂട്ടാൻ വേണ്ടി പരസ്യം തയ്യാറാക്കുക. വിജ്ഞാപൻ ഓർത്തോണം, വിജ്ഞാപൻ. അതും നിങ്ങൾ ടെൻഷൻ വേണ്ട, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായ വീഡിയോ ഇടുന്നുണ്ട്. അതായത് അത് കോമൺ ആൻസർ നിങ്ങൾക്ക് ഞാൻ തരും. അത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാക്സിമം സ്കോറായി 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തത് വിജ്ഞാപനം കഴിഞ്ഞു. വിജ്ഞാപനത്തിന് ശേഷം പത്ര, ലെറ്റർ ഏത് കഥാപാത്രത്തിനും ലെറ്ററോ ഏത് സന്ദർഭം വേണമെങ്കിലും ലെറ്റർ ചോദിക്കാം. അപ്പോൾ ലെറ്ററിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കോമൺ ആൻസർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് സ്പേസ് മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എല്ലാ ലെറ്റേഴ്സിനും എഴുതാൻ പറ്റും. അപ്പോൾ ലെറ്റർ പരീക്ഷയ്ക്ക് വന്നാലും നിങ്ങൾ എഴുതുക. അടുത്തത് നിബന്ധ് എന്ന് പറഞ്ഞാൽ എസ്സേ. അത് ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാതെ ഇരിക്കാം. ഇനി നിബന്ധ് ചോദിച്ചാൽ അത് സോഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും. അതായത് ഒന്നുകിൽ സ്ത്രീ സുരക്ഷയായിരിക്കാം, അല്ലെങ്കിൽ കൊറോണ വൈറസിനെ കുറിച്ചുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിപ്പ വൈറസിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഡെങ്കിയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ മഹാമാരിയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗമായിരിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ പഠനത്തെക്കുറിച്ചായിരിക്കാം. എന്ത് വിഷയം വേണമെങ്കിലും ചോദിക്കാം. ഇനി സോഷ്യൽ ഇഷ്യൂസ് ആണെങ്കിൽ അതിനുവേണ്ടി ഒരു കോമൺ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനും കോമൺ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനും ഒക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. സോഷ്യൽ ഇഷ്യൂസ് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ പോകുന്നത്. ആദ്യത്തെ 4 ചോദ്യങ്ങൾക്ക് 4 മാർക്ക്, രണ്ടാമത്തെ സെറ്റിൽ നിന്ന് 6 ചോദ്യങ്ങൾക്ക് 3 ചോദ്യങ്ങൾക്ക് 6 മാർക്ക്, ടോട്ടൽ 10. 6ൻ്റെ 6 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ 30, അപ്പോൾ 30 40. 8 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ സ്കോർ 80. അങ്ങനെയാണ് നമ്മുടെ പരീക്ഷയുടെ ആ ഒരു സ്കോറിംഗ് സിസ്റ്റം പോകുന്നത്. ഇനി നമുക്ക് ഡയറിയെക്കുറിച്ച് പഠിക്കാം. ഇനി ഡയറിയെക്കുറിച്ച് ഞാൻ ബോർഡിൽ എഴുതുന്നത് നിങ്ങൾക്ക് അത് നോക്കി എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് അല്ലാതെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചു തരുന്നതായിരിക്കും. ഇനി ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് പരീക്ഷ, ഹിന്ദി പരീക്ഷയുണ്ടോ? 100% ഡയറി എന്ന ചോദ്യം ഉണ്ട്. അത് ചിലപ്പോൾ ചോദ്യം ഇടുന്ന ആളിൻ്റെ ഇഷ്ടമനുസരിച്ച് 6 മാർക്ക് 6 മാർക്ക് ആകാം, അല്ലെങ്കിൽ 8 മാർക്ക് ആകാം. ഇനി ഡയറി വരുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇനിയുള്ള മുന്നോട്ടുള്ള ആൻസേഴ്സ് എല്ലാം നമ്മൾ പോകുന്നത് 3 കാര്യങ്ങളെ റിലേറ്റ് ചെയ്താണ്. ആദ്യം നമ്മൾ ഡയറിയുടെ ആൻസർ കീ, അതായത് പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുന്നത് എല്ലാത്തിനും ഒരു കോമൺ, അതായത് ഡയറിക്ക് എല്ലാം കൂടി പറ്റുന്ന കോമൺ സെൻറ്റൻസ്. ആ സെൻറ്റൻസുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ഡയറിക്കും എഴുതാൻ പറ്റും. എല്ലാ ഡയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വഴി കൂടെ പോകുന്നു, ഉടനെ ഒരു ചായക്കടയിൽ നിന്ന് എന്തെങ്കിലും ആഹാരം മേടിച്ച് കഴിച്ചു, അന്നത്തെ ഡയറി അതൊന്നും എഴുതാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഏതെങ്കിലും കഥയിലെ കഥാപാത്രത്തിന് ദുഃഖമുള്ള ദിവസമോ സന്തോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും മറക്കാനാവാത്ത ദിവസത്തെക്കുറിച്ചുള്ള ഡയറിയാണ് പരീക്ഷിക്കുന്നത്. അതുപോലത്തെ എക്സാമിന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഈ കോമൺ ഡയറി വെച്ച് എഴുതാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, പേപ്പർ നോക്കുന്ന ടീച്ചറിന് നമ്മൾ കൊച്ചു ക്ലാസ്സുകൾ മുതലേ നമുക്കുള്ളൊരു സംശയമാണ്, ഡയറിക്ക് കോളം വരയ്ക്കണോ? അതോ കോളം വരയ്ക്കുക എന്ന് ഒരു സ്കോറിംഗിലും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ എല്ലാ സ്റ്റുഡൻസും കോളം വരച്ച് വേണം ഡയറി എഴുതാൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ സ്കോറിംഗ് ആയിട്ട് വരുന്നത് ഡയറിക്ക് ശൈലിമേ ലിഖ്ന, ഡയറിയുടെ ശൈലിയിൽ എഴുതുക. ആ ശൈലിക്ക് വേണ്ടി ടീച്ചേഴ്സ് കോളം അത് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ ആദ്യമേ കോളം വരച്ചിട്ട് എഴുതുക. 3 സൈഡ് ആദ്യം വരയ്ക്കുക, മേള് സൈഡ് വരയ്ക്കുക, ലെഫ്റ്റ് സൈഡ് വരയ്ക്കുക, റൈറ്റ് സൈഡ് വരയ്ക്കുക, പിന്നെ എഴുതി തീരുന്നതനുസരിച്ചിട്ട് ലാസ്റ്റ് സൈഡ് വരയ്ക്കുക. ഇനി കോളം വരച്ചു. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സ്കോറിന് വേണ്ടി താരീഖ് കാ ഉല്ലേഖ്, ഡേറ്റ് നിർബന്ധമായും ഡയറിക്ക് എഴുതണം. അപ്പോൾ ഡേറ്റ് എഴുതണം. അപ്പോൾ ഡേറ്റ് എഴുതി കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ ഈ എഴുതുന്ന എക്സാം എന്ന് പറയുന്നത് ബോർഡ് എക്സാം ആണ്. അതായത് ബോർഡ് എക്സാമിന് ഒരു പ്രത്യേകത, കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിനും ഒരേ രീതിയിൽ മാർക്ക് വരണം,
ഒരേ രീതിയിൽ മാർക്ക് പോകണം. അല്ലാതെ ഒരു ടീച്ചറിന് ഇഷ്ടമുള്ള പേപ്പർ നോക്കി കുറച്ച് മാർക്ക് കൊടുത്തു, വേറെ ടീച്ചർ വാരിക്കോരി മാർക്ക് കൊടുത്തു, അങ്ങനെയല്ല നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ സ്കോറിംഗ് സിസ്റ്റം. അത് നിങ്ങളിപ്പം ഉദാഹരണത്തിന് ഡേറ്റ് എഴുതി, കേരളത്തിലെ എല്ലാ കുട്ടികളും ഡേറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരു മാർക്ക്. ഇനി ആ ബോക്സ് വരച്ച് ഡയറിക്ക് ശൈലിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ. ഇത് നിങ്ങൾ 2 കാര്യം നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ 2 മാർക്ക് നഷ്ടപ്പെടും. അങ്ങനെയാണ് നമ്മുടെ സ്കോറിംഗ് സിസ്റ്റം പോകുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒന്ന് കോളം നമ്മൾ എഴുതാൻ പറഞ്ഞു, രണ്ടാമത് താരീഖ് ഡേറ്റ് എഴുതാൻ പറഞ്ഞു. ഇനി മൂന്നാമത് നമ്മൾ ഒരു ഡയറി എന്ന് പറയുന്നത്, നാളെ നിങ്ങൾ എറണാകുളത്ത് പോവുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഇന്ന് ഡയറി എഴുതാം. പക്ഷേ നമുക്ക് ആ ഡയറി അല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, ഒരു നടന്ന സംഭവത്തെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അതായത് ചോദ്യ പേപ്പറിലെ വരുന്ന ചോദ്യത്തിൽ ഏതെങ്കിലും പുസ്തകത്തിലെ ഒരു കഥാപാത്രത്തിൻ്റെ ആ ദിവസം ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആ സംഭവം നടന്നു കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാസ്റ്റ് ടെൻസിൽ വേണം നമ്മൾ ഡയറി എഴുതാൻ. അപ്പോൾ പാസ്റ്റ് ടെൻസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്കോർ പെട്ടെന്ന് അത് താഴോട്ട് ചെറിയ ഇടിവ് ഉണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് പാസ്റ്റ് ടെൻസ്, ഈ അവസാന നിമിഷം പാസ്റ്റ് ടെൻസ് ഒന്നും ഇനി പഠിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ കുട്ടികൾക്ക്, അതായത് കുട്ടികൾക്കെല്ലാം ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഹിന്ദി എഴുതിയാൽ അവസാനം ഹോത്താഹെ, ജാത്താഹെ, ചൽത്താഹെ, രഹാഹെ അങ്ങനെയൊക്കെ എഴുതി വെക്കും. ഇനി തന്നെ നമ്മൾ ഓർക്കുക, ഹോത്താഹെ ജാത്താഹെ എന്ന് എഴുതിയാൽ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, അതായത് സാമാന്യ വർത്തമാൻ കാൽ. ഇനി രഹാഹി നിങ്ങൾ അറിയാതെ എഴുതി പോയാലോ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതായത് താത്കാലിക വർത്തമാൻ കാൽ. നിങ്ങൾ തീർച്ചയായിട്ടും സ്കോർ പോകത്തില്ലേ. കാരണം ഡയറി എഴുതുന്ന ഒരാൾ നടന്ന സംഭവത്തെക്കുറിച്ച് എഴുതുമ്പോൾ പ്രസൻറ്റ് ടെൻസിലാണോ എഴുതേണ്ടത്? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണ്ടേ ഉള്ളൊരു ചിന്താഗതി വെച്ചിട്ട് ഹോത്താഹെ ജാത്താഹെ എന്നൊന്നും എഴുതി വെക്കരുത്. അതായത് പാസ്റ്റ് ടെൻസ് വേണം എഴുതാൻ. ഇനി അടുത്തത് ഡയറി ആരാണ് എഴുതുന്നത്? അപ്പോൾ നിങ്ങൾ വ്യക്തമായി ഉത്തരം പറയും. ആരാണ് ഡയറി എഴുതുന്നത്? അവരവർ. അതായത് ആ ഏത് കഥാപാത്രനോട് ഡയറി എഴുതാൻ ചോദിച്ചോ ആ കഥാപാത്രമാണ് ഡയറി എഴുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏത് വാക്ക് വേണം? ആത്മകഥാ ശൈലിയിൽ വേണം ഡയറി എഴുതാൻ. അപ്പോൾ അടുത്ത സ്കോറിങ്ങിലേക്ക് പോകുന്നു, ആത്മകഥാ ശൈലി. ഇനി ആത്മകഥാ ശൈലി എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് നമ്മൾ മേ, മേര, മേരെ, മേരി, മുജുക്കോ, മുജുസെ, മുജിമെ, മുജുപ്പർ, മേരെ ലിയെ, ഇത്രയും സംഭവങ്ങൾ കൂട്ടി വേണം ഡയറി എഴുതാൻ. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇന്നലെ എവിടെയെങ്കിലും ചങ്ങനാശ്ശേരിക്ക് പോയി, അങ്ങനെ എഴുതുന്ന സമയത്ത് എൻ്റെ പേര് സനീഷ് ചങ്ങനാശ്ശേരിക്ക് പോയി എന്നാണ് എഴുതുന്നതെങ്കിൽ പേപ്പർ നോക്കുന്ന ടീച്ചർ എന്ത് ചെയ്യും? ആ സനീഷ് എന്ന സ്ഥലത്ത് എന്ത് ചെയ്യും? വട്ടമിടും. എന്തുകൊണ്ട്? ഡയറി എഴുതേണ്ടത് ആത്മകഥാ ശൈലിയിൽ വേണം. അതായത് ഞാൻ, എനിക്ക്, എൻ്റെ ആ ഒരു ഫോർമാറ്റിൽ വേണം ഡയറി എഴുതാൻ. ഒരു കാരണവശാലും ഡയറി എഴുതുന്ന ആ കഥാപാത്രത്തിൻ്റെ പേരോ ഉൻക ഉസ്ക, അതായത് അദ്ദേഹത്തിൻ്റെ എന്നോ അവൻ്റെ എന്നോ വാക്കുകൾ അതിനകത്ത് വരരുത്. മേ, മേര, മേരെ, മേരി കൂട്ടി വേണം എഴുതാൻ. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ലാസ്റ്റ് സ്കോറിംഗ് ആയിട്ട് പറയുന്നത് ഡയറി വിഷയവസ്തു ഉണ്ട്. അതായത് നമ്മൾ അതിനകത്ത് മാറ്ററിന് സ്കോറുണ്ട്. ഇനി അടുത്തത് ഡയറി ആകർഷകുഹോ എന്ന് ലാസ്റ്റ് സ്കോറിംഗ് ഉണ്ട്. അതായത് ഡയറി എന്തായിരിക്കണം? ആകർഷകമായിരിക്കണം. അത് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാം കൂടെ ആ ഡയറിയുടെ സൈഡിലുണ്ട് ഇങ്ങനെ മണി ഞാത്തി വെക്കുന്നു, പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് പൂമ്പാറ്റയൊക്കെ വരച്ചിരിക്കുന്നു. ആ ആകർഷകത്വം അല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ എഴുതുന്ന ആ നീറ്റ്നെസ്സും പിന്നെ ആ ഒരു ഹിന്ദിയുടെ ഒരു ഗ്രാമർ, ആ സ്ട്രക്ചർ, അതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. അല്ലാതെ മണിഞ്ഞാത്തി ഒന്നും അല്ല എന്ത് ചെയ്യേണ്ടത്? ഡയറി എഴുതേണ്ടത്. ഇനി നമുക്ക് കോമൺ ആൻസേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇനി 100% നിങ്ങൾക്ക് ഞാൻ വാക്ക് തരുന്നു. ഈ സെൻറ്റൻസ് നിങ്ങൾ ഇതിൻ്റെ ഹിന്ദിക്ക് മലയാള അർത്ഥം തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ഡയറിക്കും എഴുതാൻ പറ്റുന്ന സെൻറ്റൻസ് ആണെന്ന് നിങ്ങൾക്ക് 100% മനസ്സിലാവും. അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസം വന്നതിന് ശേഷം മാത്രം നിങ്ങളിത് പഠിക്കുക. ഇനി അയ്യോ ഇതിപ്പോൾ ഇന്ന് വൈകിട്ടല്ലേ അല്ലേ നാളെ അല്ലേ കിട്ടുന്നത്, ഇനി ഇത് പഠിക്കാൻ വെറും 2-3 മണിക്കൂർ ഈ എക്സാം ടിപ്സ്, അതായത് കോമൺ ആൻസേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായി 80 മാർക്ക് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി ഒരു പേടിയുമില്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് ഉറപ്പ്. ഇനി നമുക്ക് നമുക്കത് നോക്കാം. ആദ്യമേ നിങ്ങൾ ബോക്സ് വരയ്ക്കുന്നു. ബോക്സ് വരച്ചതിന് ശേഷം ഈ 2 സൈഡും മേളും വരയ്ക്കുന്നു. പിന്നെ നമ്മൾ ഏറ്റവും മേളിലോട്ട് ഇങ്ങനെ പറ്റിച്ച് ഡേറ്റ് എഴുതുക. കുറച്ച് സ്വല്പം താത്തിട്ട് ഇപ്പം 3-ാം തീയതി ആണെങ്കിൽ 3 ജൂണോ നമുക്ക് ഏത് മാസം എന്ന് നമുക്ക് നിർബന്ധം ഒന്നുമില്ല. കാരണം നമ്മുടെ ഡയറിയുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഏറ്റവും ആദ്യം മാൻ ലേം അല്ലെങ്കിൽ കൽപ്പന കർക്കയിലേക്ക് വിചാരിക്കുക അല്ലെങ്കിൽ സങ്കല്പിച്ച് എഴുതുക എന്ന് കാണും. അതുകൊണ്ട് നമുക്ക് ഏത് ഡേറ്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സങ്കല്പിച്ച് എഴുതാം. അപ്പോൾ 3 ജൂൺ 2020 അല്ലെങ്കിൽ മാർച്ചോ
ഇനി ജനുവരി ഒക്കെ എഴുതുമ്പോൾ ജനുവരി എഴുതണം, ഫെബ്രുവരി എഴുതുമ്പോൾ ഫെബ്രുവരി എഴുതണം. അതിൻ്റെ ആ ടെൻഷനിലേക്ക് നമുക്ക് പോകണ്ട. ഇനി അടുത്ത നിങ്ങൾക്കുള്ള സംശയം, ടൈം എഴുതണോ വേണ്ടയോ? ടൈം നമ്മുടെ ഡിമാൻഡ് ഇല്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. എഴുതിയോണ്ട് സ്കോർ കൂടുതൽ കിട്ടത്തില്ല, എഴുതിയില്ലെന്ന് പറഞ്ഞ് സ്കോർ നഷ്ടപ്പെടുത്തുകയില്ല. കാരണം സാഹിത്യക് ഡയറിക്കാണ് സ്ഥലവും ടൈമും ഒക്കെ എഴുതണം. പക്ഷേ വേണ്ടാത്തൊരു സാധനം നിങ്ങൾ എഴുതുമ്പോൾ ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് സമയമൊന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് നിർബന്ധം സമയം എഴുതണം. അപ്പോൾ എഴുതാനറിയോ? 10 AM അല്ലെങ്കിൽ 10 PM. PM എന്ന് എഴുതിയുള്ള പ്രശ്നം എന്തുവാ? അത് ഏത് വാക്കാണ്? ഇംഗ്ലീഷ് വാക്കാണ്. കാരണം നമ്മൾക്ക് നടക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഹിന്ദി ലാംഗ്വേജ് മാത്രമാണ്. കാരണം ഇംഗ്ലീഷ് ഒരു പാസേജ് എന്നിട്ട് അതിനെ ഹിന്ദി ആക്കാൻ ചോദിക്കും, 6 മാർക്കിൻ്റെ ചോദ്യം. പക്ഷേ നമ്മൾ എഴുതേണ്ട ഉത്തരം ഹിന്ദിയാണ്. പാരിഭാഷിക് ശബ്ദം, അതായത് ടെക്നിക്കൽ ടേംസ്, ചെറിയ ചെറിയ വാക്കുകൾ നമ്മളോട് ചോദിക്കും. അതും പക്ഷേ നമ്മൾ എന്താണ് എഴുതേണ്ടത്? എത്ര മാർക്കിൻ്റെ ചോദ്യമാണ്? ആ 1 മാർക്കിൻ്റെ ചോദ്യം പോലും നമുക്ക് ഉത്തരക്കടലാസ് ഹിന്ദിയാണ് എഴുതേണ്ടി വരുന്നത്. അപ്പോൾ ഉത്തരമായിട്ട് നമുക്ക് എഴുതേണ്ടത് ഹിന്ദി. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ഹിന്ദിയുടെ ഒരു ഉത്തരത്തിനകത്ത് നിങ്ങൾ ഇംഗ്ലീഷ് വാക്കുകൾ എഴുതല്ല. അത് ടീച്ചേഴ്സിന് പൊതുവെ ദേഷ്യമാണ്. കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്, മലയാള എക്സാമിന്, മലയാളത്തിൻ്റെ എക്സാം നിങ്ങൾ പഴയ ക്ലാസ്സുകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മലയാളത്തിനകത്ത് ഇംഗ്ലീഷ് വാക്കോ ഹിന്ദി വാക്കോ എഴുതി വെക്കാറുണ്ടോ? ഇന്ന് നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ എക്സാം കഴിഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും മലയാളമോ ഹിന്ദിയോ ഉപയോഗിച്ചോ? ഇല്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? നിങ്ങളെന്ന് പറയുന്നത് ഏറെക്കുറെ കുട്ടികളും ഹിന്ദി പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകൾ, പോസ്റ്ററിനകത്ത് ഇംഗ്ലീഷ് വാക്ക് എഴുതി വെക്കുക, അഡ്വർടൈസ്മെൻറ്റിനകത്ത് ഇംഗ്ലീഷ് വാക്ക് എഴുതി വെക്കുക. അത് വേണ്ട. നമുക്ക് നമ്മുടെ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്ത സ്റ്റുഡൻസാണ് നിങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഹിന്ദി ലാംഗ്വേജിൽ എഴുതിയാൽ മതി. അപ്പോൾ ആദ്യമേ ഡേറ്റ് എഴുതി. ഇനി ആ മേളിലൊരു സ്പേസ് വിട്ടു. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഡയറി ആകർഷകോ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ ഇവിടോട്ട് ഇങ്ങനെ ഒരു 2 ലൈൻ്റെ സ്പേസ് വിട്ടിട്ട് ഇത് എഴുതാൻ പോകുന്നു. ഇതിപ്പോൾ നിങ്ങൾ നോക്കി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഞാൻ PDF ആയിട്ട് അയച്ചു തരുന്നുണ്ട്. ആജ് ഏക് അവിസ്മരണീയ ദിൻ. ഇപ്പം നോക്കി എഴുതണ്ട, കേട്ടാൽ മതി. ആജ് ഏക് അവിസ്മരണീയ ദിൻ ദ. അതിൻ്റെ അർത്ഥം ഇന്ന് ഒരു അവിസ്മരണീയ, മറക്കാനാവാത്ത ദിൻ ദ, ദിവസം ആയിരുന്നു. എല്ലാ ഡയറിക്കും എഴുതാവുന്നതല്ലേ? ഒരു A+ സ്റ്റാൻഡേർഡിൽ എഴുതുന്ന കുട്ടികളെ ഏത് സെൻറ്റൻസിലാണ് തുടങ്ങേണ്ടത്? ഒന്നുകിൽ ഈ സെൻറ്റൻസ്, അല്ലെ ഈ ലെവലിൽ നിൽക്കുന്ന ഏതെങ്കിലും സെൻറ്റൻസ് വേണം എഴുതാൻ. ഇന്നൊരു മറക്കാനാവാത്ത ദിവസം ആയിരുന്നു. ദേ കണ്ടോ, ദ, ഇതേതാണ്? പാസ്റ്റ് ടെൻസ്. അതാർക്ക് വേണം? ടീച്ചേഴ്സിന് വേണം. ഇനി സെക്കൻഡ് സെൻറ്റൻസ്, ക്യോങ്കി आज मेरे लिए खुशीपूर्ण / दुःखपूर्ण / विवशतापूर्ण ദിൻ ധ. അപ്പോൾ നോക്കിയേ, രണ്ടാമത്തെ സെൻറ്റൻസ് നമ്മൾ എഴുതി എന്തോന്ന് നോക്കിയേ? ക്യോങ്. ആദ്യം പറഞ്ഞു ആജ് ഏക് അവിസ്മരണീയ ദിൻ ദ, ഇന്നൊരു മറക്കാനാവാത്ത ദിവസം ആയിരുന്നു. സെക്കൻഡ് സെൻറ്റൻസ് എഴുതി നോക്കിയാൽ അതിനെ റിലേറ്റ് ചെയ്ത് അടുത്തത് ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ കീയുടെ വള്ളി ലെഫ്റ്റ് സൈഡ് തന്നെ പോണേ. ആജ് മേരെ ലിയെ, ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം, ഖുഷിപൂർണ്ണ, സന്തോഷം നിറഞ്ഞത് / അല്ലെങ്കിൽ ദുഃഖപൂർണ്ണ, ദുഃഖം നിറഞ്ഞത് / അല്ലെങ്കിൽ വിവശതാപൂർണ്ണ ദിന്ത, വിവശത നിറഞ്ഞ ദിവസം ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒന്നുകിൽ ഇത് 3ഉം കൂടെ എഴുതി വെക്കരുത്. സന്തോഷമുള്ള ആ ചോദ്യ പേപ്പർ നോക്കിയിട്ട് ഇപ്പം നമ്മുടെ യാത്രിയുടെ ഡയറിയാന്ന് ചോദിച്ചു അനിതാ പാടത്തിൽ നിന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ആ അസലമ്മ മരിച്ച് വിഷമിച്ചിട്ട് നമ്മുടെ യാത്രി വീട്ടിലേക്ക് ചെല്ലുന്നിട്ട് അന്ന് എഴുതുന്ന ഡയറി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ മനസ്സിൽ കുറ്റബോധമുണ്ട്. കാരണം യാത്രക്കാരൻ്റെ ആ സഹാനുഭൂതിയുടെ അഭാവം കൊണ്ടാണ് അസ്ലം മരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് എഴുതുമ്പോൾ ഖുഷിപൂർണ്ണം എഴുതുമോ? ഇല്ല. ദുഃഖപൂർണ്ണ ദിന്ത, ദുഃഖം നിറഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ ആ സന്ദർഭം അനുസരിച്ച് സന്തോഷം എഴുതാം, അല്ലെങ്കിൽ ദുഃഖം എഴുതാം, അല്ലെങ്കിൽ വിവശതാപൂർണ്ണ ദിന്ത. ഇനി അടുത്ത സെൻറ്റൻസ് നമ്മൾ തുടങ്ങുന്നത് ബാത് യഹ് ധി കി. ഇനി ധി വന്നത് ബാത് സ്ത്രീലിംഗമായതുകൊണ്ടാണ്. ബാത് യഹ് ധി കി, കാര്യം ഇതായിരുന്നു. ഇനി ഇവിടേക്ക് നിങ്ങൾ എന്ത് കൊണ്ടുപോകണം? നിങ്ങളുടെ ചോദ്യപേപ്പറിലെ ഏത് ചോദ്യമാണോ വന്നത് ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ, കാര്യങ്ങൾ
ആത്മകഥാശൈലിയിലെ മേമേരെയൊക്കെ കൂട്ടി എഴുതുക. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കിട്ടും, കാരണം ഇന്ന സന്ദർഭം തന്നിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അത് ഇവിടേക്ക് എഴുതുക. അപ്പോൾ ഒരു സെൻറ്റൻസായി, 2 സെൻറ്റൻസായി, 3rd സെൻറ്റൻസിൻ്റെ തുടക്കം ആയി. ഇനി നമുക്ക് വേണ്ടത് ആ പാഠമായിട്ട് റിലേറ്റ് ഉള്ള ഭാഗം എഴുതിയതിന് ശേഷം ഇസ് ദിൻ मेरे जीवन को नया मोड़ दिया. നോക്കിയേ, ഇസ് ദിൻ മേരെ ജീവൻ കോ നയാ മോഡ് ദിയ. അതിൻ്റെ അർത്ഥം ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ നയാ മോഡ് ദിയ, ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. നമുക്ക് ഏത് കഥാപാത്രത്തിൻ്റെ സംഭവം വേണമെങ്കിലും സന്തോഷമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ്. കാരണം നമുക്കിപ്പം +1 എല്ലാ വിഷയത്തിനും ഫുൾ A+ കിട്ടി, അന്നത്തേതാണെങ്കിൽ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ് അല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുഃഖമുള്ള ദിവസമാണെങ്കിൽ ടേണിംഗ് പോയിൻ്റ് അല്ലേ. ഇനി നിസ്സാരം നമ്മുടെ യാത്രയുടെ ഡയറിക്കകത്ത് അസ്ലം മരിച്ചു, തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റാണ്. കാരണം അവൻ അതിനുശേഷം ആ സംഭവം അറിഞ്ഞതിന് ശേഷം ഈ ഡ്രൈവർമാരോടും അല്ലെങ്കിൽ റിക്ഷാവാലയോടൊക്കെ സോഫ്റ്റായിട്ട് പെരുമാറാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ എന്താണത്, ഒരു ടേണിംഗ് പോയിൻ്റ് ആണ്. ഇനി നമ്മുടെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ബൂട്ട ആത്മീ നമ്മുടെ ആനന്ദക്കി പുൽച്ചിടിയും പാടത്തിനകത്ത് ഉണ്ട്. ഒരു അപ്പൂപ്പൻ മാവും തൈ നടുന്നു, അത് ഒരു നൗജവാൻ ചെറുപ്പക്കാരൻ കാണുന്നു. അന്നത്തെ നൗജവാൻ്റെ ഡയറി ചോദിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റാണ്. കാരണം ആ ദിവസത്തിന് ശേഷം അവൻ മറ്റുള്ളവർക്കുള്ള പരോപകാരങ്ങൾ ചെയ്യുവാൻ ആരംഭിച്ചു. മനസ്സിലായല്ലോ. ഇനി അടുത്തത് സച്ച്മുച്ച് ആജ് കാ ദിൻ मैं कभी न भूलूं. सचमुच आज का दिन मैं कभी न भूलूं. അതിൻ്റെ അർത്ഥം എന്തുവാ? വാസ്തവത്തിൽ ഇന്നത്തെ ദിവസം മേ കഭി ന ഭൂലും, ഞാൻ ഒരിക്കലും മറക്കില്ല. തീർച്ചയായിട്ടും ഡയറിക്ക് എഴുതരുതോ. ഇനി നമുക്ക് ഈ ഡയറി ബൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് എഴുതാതെ താഴോട്ട് ഏക്ക് शुभ दिन की പ്രതീക്ഷ, പിന്നെ 2-3 ഡോട്ട് ലൈൻസ് അല്ലെങ്കിൽ പ്രതീക്ഷ എഴുതിയിട്ട് മേ എഴുതിയിട്ട് ഒരു 2-3 കുത്തിട്ടതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഇടുക. പിന്നെ അടിയിൽ സ്വല്പ സ്ഥലം വിട്ടതിന് ശേഷം മാത്രം ഡയറി ബാൻഡ് ഇവിടെ ഒരു സ്പേസ് വേണം, അല്ലെങ്കിൽ നമുക്ക് ആ ഭംഗി കുറയും ഇങ്ങനെ ഇതിലോട് ചേർന്ന് പോയാൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ എഴുതിയത് സച്ച്മുച്ച് ആജ് കാ ദിൻ മേ കഭി ന ഭൂലും, വാസ്തവത്തിൽ ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഏക് ശുഭദിൻ കി പ്രതീക്ഷാമി, ഒരു നല്ല ദിനം പ്രതീക്ഷിച്ചുകൊണ്ട്. ഈ ചോദ്യങ്ങൾ, ഈ ഓരോ സെൻറ്റൻസും നിങ്ങളൊന്ന് ക്രിട്ടിസൈസ് ചെയ്ത് നോക്കിയേ. നമ്മുടെ ഏത് കഥാപാത്രത്തിൻ്റെ ഡയറിക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം നമ്മൾ ഇതിനകത്തെ ഓരോ സെൻറ്റൻസ് നോക്കിയേ. ആദ്യമേ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിന് കോളം വേണമെന്ന് പറഞ്ഞു, ഡേറ്റ് വേണം, പാസ്റ്റ് ടെൻസ് ധ, ആത്മകഥാശൈലി മേരെ ലിയെ, പാസ്റ്റ് ടെൻസ് ധ, ധി പാസ്റ്റ് ടെൻസ്, മേരെ ജീവൻ ഗോ ആത്മകഥാശൈലി, ദിയ പാസ്റ്റ് ടെൻസ്. അപ്പോൾ നമ്മുടെ ഈ ഉത്തരത്തിനകത്ത് ഈ കോമൺ ആൻസറിനകത്തെല്ലാം സ്കോറിംഗ് കീയെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചിലപ്പോൾ തന്നെ എഴുതുമ്പോൾ ഇതുപോലെ എഴുതാൻ പറ്റുമായിരിക്കാം, തന്നെ എഴുതുമ്പോൾ ഗ്രാമർ മിസ്റ്റേക്കുകൾ വരും. പക്ഷേ ഗ്രാമർ അങ്ങനെ ശ്രദ്ധിക്കില്ല എന്ന് പറയുന്നില്ല. കാരണം കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡയറി എഴുതുമ്പോൾ പാസ്റ്റ് ടെൻസ് നിർബന്ധം. കാരണം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ ഡയറിക്കും പാസ്റ്റ് ടെൻസ് നിർബന്ധം, ഡയറിക്ക് ആത്മകഥാശൈലി നിർബന്ധം. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ആദ്യമേ 3 ജൂൺ 2021, ആജ് ഏക് അവിസ്മരണീയ ദിൻ ഥ, ഇന്നൊരു മറക്കാവനാവാത്ത ദിവസമായിരുന്നു. ക്യോങ്കി ആജ് മേരെ ലിയെ ഖുഷിപൂർണ്ണ / ദുഃഖപൂർണ്ണ വിവശതപൂർണ്ണ. ഇത് 3 കൂടെ ഒരുമിച്ച് എഴുതല്ല, ഏതെങ്കിലും ഒന്ന് മാത്രം ആ ചോദ്യപേപ്പറിലെ സന്ദർഭം അനുസരിച്ച്. ദിൻദ ദിവസമായിരുന്നു, ബാദ് യഹ് ദീക്കി കാര്യം ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടോട്ട് ഫില്ല് ചെയ്യുക. ഇനി ഇസ് ദിൻ മേരെ ജീവൻ കോ നയാ മോഡ് ദിയ, ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റായി. സച്ച് മുച്ച് ആജ് കാ ദിൻ മേ കഭി ന ഭൂലും, വാസ്തവത്തിൽ ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഏക് ശുഭദിൻ കി പ്രതീക്ഷാമേ, ഒരു ശുഭദിനം പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി കിട്ടുന്ന വളരെ കുറച്ച് സമയം കൊണ്ട് ഇതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയറിയുടെ തുടക്ക ഭാഗവും ലാസ്റ്റ് ഭാഗവും നല്ല പെർഫെക്റ്റോടുകൂടി ആൻസർ എഴുതാൻ പറ്റും. ഈ ഇടയ്ക്ക് ഭാഗത്തുള്ള ഒരു 3-4 സെൻറ്റൻസ് അധികമൊന്നും വേണ്ട. കാരണം നമ്മുടെ ഡയറിക്ക്
നിങ്ങൾക്ക് ഹിന്ദിക്ക് മാത്രം വാരി വലിച്ചെഴുതുന്നതിനല്ല മാർക്ക്, ഫോർമാറ്റിനും പിന്നെ അത്യാവശ്യം കാര്യങ്ങളും വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു 2-3 സെൻറ്റൻസുകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാക്സിമം സ്കോറിലേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നെങ്കിൽ മാത്രം നിങ്ങൾ പഠിക്കുക. ഇനി 100% ഞാൻ ഉറപ്പ് തരുന്നു, ഇത് നിങ്ങൾക്ക് ഏതൊരു ഡയറിക്കും എഴുതാം. കൂടാതെ ഡയറി പരീക്ഷയ്ക്ക് 100% ഉറപ്പ് ക്വസ്റ്റ്യനാണ്. പിന്നെ പൊതുവെ കുട്ടികളുടെ ഒരു കംപ്ലൈൻറ്റ്, ഇനി നമുക്ക് ആദ്യം തൊട്ട് ഇഷ്ടംപോലെ പാഠമുണ്ട്, ഇഷ്ടംപോലെ കഥാപാത്രങ്ങളുണ്ട്, ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഏത് ഡയറിയാണ് പഠിക്കേണ്ടത്? കാരണം യാത്രയുടെ ഡയറി ചോദിച്ചു, അത് കാണാപ്പാടം പഠിച്ചുകൊണ്ട് പോയി. ചിലപ്പം വരാം, പക്ഷേ അത് വന്നില്ലെങ്കിലോ? നേരെ സംഭ്രാന്ത് മഹിളയുടെ ഡയറി ചോദിക്കുന്നു, അത് പഠിച്ചുകൊണ്ട് പോകുന്നു, അത് വന്നില്ലെങ്കിലോ? അങ്ങനെ പാഠങ്ങൾ ചിലപ്പോൾ ഇതൊന്നും അല്ലാതെ ഹേമയുടെ അല്ലെ ദിലീപിൻ്റെ ഡയറിയാണ് ചോദിക്കുന്നെങ്കിലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിന്ന് വിഷമിക്കും. പക്ഷേ ഇത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഈ സെൻറ്റൻസുകൾ നാളത്തെ അല്ലെ അടുത്ത ദിവസത്തെ ഹിന്ദി എക്സാമിന് നിങ്ങൾ എഴുതാൻ പറ്റും. കാരണം ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചാൽ അത് നിങ്ങൾക്ക് നഷ്ടമല്ല. 100% ഇത് നിങ്ങൾക്ക് എവിടെ എഴുതേണ്ടി വരും? എക്സാമിന് എഴുതേണ്ടി വരും. കൂടാതെ ഇതിനകത്ത് യാതൊരു ക്രിറ്റിസിസമും ഇല്ല. കാരണം യാതൊരു കുറ്റവും പറയാൻ പറ്റില്ല. കാരണം ഏതൊരു കുട്ടിയും ഡയറി എഴുതുമ്പോൾ എഴുതേണ്ടതാണ്. ഇന്ന് ഒരു മറക്കാനാവുന്ന ദിവസമായിരുന്നു. ചില കുട്ടികളൊക്കെ പഴയ ഒരു നിലവാരം വെച്ചിട്ട് ഞാൻ ഇന്ന് രാവിലെ മേ സബേരെ 5 ബജെ കൂട്ടാം, ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റു. അങ്ങനത്തെ ഡയറി അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് രാവിലെ എണീറ്റിട്ട് അവസാനം കിടക്കുന്നത് വരെയും ആഹാരം കഴിച്ചതും ഗ്രഹപാഠം ചെയ്തതും ആ ഡയറി ഒന്നുമല്ല നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നമുക്കൊരു പ്രത്യേക സംഭവം തന്നിട്ട് ആ സംഭവത്തിനെ ഡയറി ആക്കിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഡയറി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കുക. ഇന്നൊരു മറക്കാനാവാത്ത ദിവസമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം അല്ലെ ദുഃഖം അല്ലെ വിവശത നിറഞ്ഞ ദിവസമായിരുന്നു. കാര്യം ഇതാണ് എന്ന് പറഞ്ഞിട്ട് ചോദ്യപേപ്പറിലെ കാര്യം എഴുതുന്നു. ഇനിയിപ്പോൾ നമുക്ക് യാത്രയുടെ ഡയറി ആണെങ്കിൽ ബാദ് യഹദീക്കി അസ്ലം നാമക് റിക്ഷവാല ആജ് മർഗയ. അസ്ലം എന്ന പേരുള്ള റിക്ഷവാല ഇന്ന് മരിച്ചുപോയി. അതിൻ്റെ കാരണം എന്താ? ഉസ്കി മൃത്യു കെ പീച്ചെ. മൃത്യു എന്ന വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ട് ഉസ്കി മൃത്യു എന്ന് എഴുതാം. ഇനി ഉസ്കി മൃത്യു കെ പീച്ചെ മേരി ഹംദർദി കാ അഭാവ്. എൻ്റെ ഹംദർദി അല്ലെ സഹാനുഭൂതി. നിങ്ങൾ പഠിച്ചു വെച്ചോണം. നിങ്ങൾക്ക് ഒരു 1 വേർഡ് ഉത്തരം ചോദിക്കും. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും ഉൻകി മൃത്യു കെ അല്ലെ ഉസ്കി മൃത്യു കെ പീച്ചെ, അവൻ്റെ മരണത്തിൻ്റെ പുറകിൽ മേരി എൻ്റെ ഹംദർദി അല്ലെങ്കിൽ സഹാനുഭൂതി കാ അഭാവ് ഹേ. ഇനി ഉസേ എന്താ? ഉസ്കെ ദോനോ ഗുർദെ ഖറാബ് ദേ, അവൻ്റെ 2 കിഡ്നിയും മോശമായിരുന്നു. ഇനി മുझे വഹ പിछले दिन ദഫ്തർ ലേ ജാതാ ദാ, എന്നെ അവൻ കഴിഞ്ഞ ദിവസം ഓഫീസിൽ കൊണ്ടുവിട്ടായിരുന്നു. ഇനി ലൗഡ് ജാത്തെ സമയ വോ മാർ ഗയ, തിരിച്ചു പോയപ്പോൾ അവൻ മരിച്ചു. അത് നിങ്ങളുടേതായ സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങൾ ഇവിടോട്ട് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്താൽ ആരുടെ ഡയറി ആയിട്ട് മാറിയത്? യാത്രിയുടെ ഡയറി ആയിട്ട് മാറി. ഇനി സംഭ്രാന്ത് മകളാണെങ്കിലോ സംഭ്രാന്ത് മകളയുടെ ഡയറി ആയിട്ട് മാറും. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും പഠിക്കുക. ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള സെൻറ്റൻസുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഞങ്ങൾ ഈ വർഷം റെഗുലർ ക്ലാസ് സ്കൂളിൽ വന്നില്ല എന്നൊരു വിഷമത്തിൻ്റെ ആവശ്യമേ ഇല്ല. കൂടാതെ എനിക്ക് പാഠത്തിൻ്റെ കഥ പോലും അറിയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്തായാലും ഫോക്കസ് ഏരിയയിലെ പാഠങ്ങളുടെ എല്ലാം അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ പിന്നീടുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഡയറി നിങ്ങൾക്ക് സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത് നമ്മളിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരുന്ന ചരിത്രപ്പർ ടിപ്പണി, ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് 6 മാർക്കിൻ്റെ ചോദ്യമാണ്. അത് സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് വരുന്നത് ജുലൂസ് പാഠത്തിൽ നിന്നാണ്. ജുലൂസ് പാഠത്തിലെ ഏതെങ്കിലും കഥാപാത്രത്തെ വെച്ചുകൊണ്ടാണ് സാധാരണ ചോദിക്കുന്നത്. ഈ ബോർഡ് എക്സാമിനും ആ പാഠത്തിൽ നിന്ന് തന്നെ ആകാം. ഇനി ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് ബീർബൽ സിംഗിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് നമുക്കത് പറയാം. ഇനി നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. ഇനി ബീർബൽ സിംഗ് ആയാലും ഇബ്രാഹിം അലി ആയാലും ദീൻ ദയാൽ ആയാലും ശംഭുനാഥ് ആയാലും മൈക്കു, 5 കഥാപാത്രമാണ് ഈ പാഠത്തിനകത്തുള്ളത്. ഏത് കഥാപാത്രമാണെങ്കിലും നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. കാരണം നമ്മുടെ കയ്യിൽ സുരക്ഷിതമായി ഒരു കോമൺ ആൻസർ ഉണ്ട്. ഇനി ആ കോമൺ ആൻസറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന് നിങ്ങൾ 6 മാർക്കാണ്. പക്ഷേ അതിന് 4 या 5 വാക്യം ഉത്തരലേക്ക് 4 5 വാക്യത്തിൽ ഉത്തരം എഴുതിയാൽ മതി. ഇനി വേണ്ട, നമുക്കതിനകത്ത് ബുദ്ധിമുട്ട് വേണ്ട. നിങ്ങൾക്കൊരു മാക്സിമം 8 സെൻറ്റൻസിന് അപ്പുറത്തോട്ട് പോകരുത്. കാരണം തുടക്കം തൊട്ട് ഇങ്ങനെ എഴുതി അങ്ങ് 3 4 1 2 പേജ് ഒന്നും എഴുതി വെക്കരുത്. ഈ ചോദ്യത്തിന് മാക്സിമം ഒരു 8 സെൻറ്റൻസ് നിങ്ങൾ എഴുതിയാൽ മതി.
നിങ്ങൾക്ക് അതിൻ്റെ മാക്സിമം സ്കോറായ 6 മാർക്ക് കിട്ടും. ഇനി ഇത് ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് ഇതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ഇനി നിങ്ങൾക്ക് കോമൺ ആൻസർ ഉള്ളത് കൊണ്ട് ഇനി ജുലൂസ് പാഠത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചു, വേറെ വന്നില്ല, ടെൻഷൻ വേണ്ട. ഈ കോമൺ ആൻസർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇനി ചരിത്ര പർ ടിപ്പണി, ക്യാരക്ടർ സ്കെച്ച്, അത് വരുമ്പോൾ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്, മറന്നു പോകരുത്, ഹെഡ്ലൈൻ നിർബന്ധമാണ്. കാരണം ടിപ്പണി എന്ന് ചോദിക്കുന്ന, അതായത് ടിപ്പണി ആസ്വാദന ടിപ്പണി അല്ലാതെ, അതായത് കവിതയുടെ ആസ്വാദന ടിപ്പണി അല്ലാതെ ടിപ്പണി എന്ന് പറഞ്ഞു വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും, ഓർത്തോണം, ടിപ്പണി എന്ന് പറയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഹെഡ്ലൈൻ നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഹെഡ്ലൈൻ എഴുതാൻ മറക്കരുത്. അത് മറന്നുപോയാൽ നിങ്ങളുടെ സ്കോർ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ആനുപാതികമായി കുറയും. കാരണം സ്കോറിംഗിക്കകത്ത് ഈ ചോദ്യം ചരിത്ര ടിപ്പണി എന്ന സ്കോറിൻ്റെ നേരെ ശീർഷക ലിഖാഹി എന്നൊരു സ്കോറിംഗ് ഉണ്ട്. അതായത് ഹെഡ്ലൈൻ എഴുതിയിട്ടുണ്ടെങ്കിൽ സ്കോർ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിനും ഹെഡ്ലൈൻ എഴുതിയാൽ ആ ഒരു മാർക്ക് കിട്ടും. ഹെഡ്ലൈൻ എഴുതിയില്ലെങ്കിൽ കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെ 1 മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അങ്ങനെ നഷ്ടപ്പെടാൻ മാർക്കുകൾ ഒന്നുമില്ല. അതുകൊണ്ട് കാരണം നമുക്ക് 80 മാർക്കിന് വേണ്ടി നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നിർബന്ധമായും ഹെഡ്ലൈൻ എഴുതിയേ പറ്റൂ. ഹെഡ്ലൈൻ എഴുതുന്നു, അതിനുശേഷം നമുക്ക് ഒരു 4-5-6 സെൻറ്റൻസുകൾ ആ കഥാപാത്രത്തെക്കുറിച്ച് എഴുതുന്നു. ഇനി ഒരു കാരണവശാലും ചിലപ്പോൾ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാകാം, ചില സ്റ്റുഡൻസ് ഇങ്ങനെ ആദ്യമേ ഒരു സ്റ്റാർ ഇടുന്നു, ആ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത എഴുതുന്നു, അതിനുശേഷം ഒരു സ്റ്റാർ ഇടുന്നു, ഒരു പ്രത്യേകത എഴുതുന്നു, അതിനുശേഷം സ്റ്റാർ ഇടുന്നു, പ്രത്യേകത എഴുതുന്നു. ഒരു കാരണവശാലും അങ്ങനെ എഴുതി വയ്ക്കരുത്. കാരണം നമ്മളെ ചോദ്യം ശ്രദ്ധിക്കുക, ചരിത്ര പർ ടിപ്പണി തയ്യാർ കരയും, ക്യാരക്ടറിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ, അതായത് ഔട്ട്ലൈൻ എഴുതി വെക്കാനല്ല അവർ ചോദിച്ചിരിക്കുന്നത്, ആ ക്യാരക്ടറിനെ കുറിച്ച് ഒരു കുറിപ്പ്, അതായത് ടിപ്പണി എഴുതാനാണ് ചോദിച്ചത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഹിൻഡ് പോലെ ഓരോ സെൻറ്റൻസ് ഇങ്ങനെ 1 by 1 താഴെയായിട്ട് എഴുതി വെക്കരുത്, സ്കോർ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇനി നമുക്ക് ആദ്യമേ എന്തോ പറഞ്ഞത്, ശീർഷക, ഒരു കാരണവശാലും ശീർഷക എന്ന് എഴുതി വെക്കരുത്. ഇവിടെ എഴുതേണ്ടത് ചോദ്യപേപ്പറിൽ മൈക്കുവിൻ്റെ അല്ല, ബീർബൽ സിംഗ് ആണ് 100% ഉറപ്പായി. ബീർബൽ സിംഗ് ആണെങ്കിൽ ഇവിടെ എഴുതേണ്ടത് എന്തുവാണ്, ബീർബൽ സിംഗ് എന്ന് എഴുതുക. ഇനി മൈക്കു ആണെങ്കിൽ ഇവിടെ എന്ത് എഴുതുക, മൈക്കു എന്ന് എഴുതുക. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഡാഷ് ഒന്നും ഇപ്പിട്ട് വയ്ക്കരുത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഡാഷ് ഇട്ട് വെച്ചത്, അതായത് നമ്മുടെ കോമൺ ആൻസറിനകത്ത് ഒരു ഡാഷ് ഉണ്ടെങ്കിൽ അതെവിടെ കിട്ടും, നമ്മുടെ ആൻസർ ഷീറ്റിനകത്ത് ചോദ്യപേപ്പറിനകത്ത് കാണും. അതുകൊണ്ടാണ് ഇവിടെ ഡാഷിങ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഡാഷ് ഒന്നും ഇടാതെ അവിടെ കഥാപാത്രത്തിൻ്റെ പേര് അവിടെ ഒട്ടൊന്ന് എഴുതി വെച്ചാൽ മതി. അതിനുശേഷം ഞാൻ ആദ്യത്തെ സെൻറ്റൻസ് എഴുതാം. ഒന്നാം സെൻറ്റൻസ് നോക്കിയേ, ഡാഷ് പാഠ് കെ പ്രമുഖ കഥാപാത്ര ഹേ ഡാഷ്. അതിൻ്റെ അർത്ഥം ഡാഷ് പാഠത്തിലെ പ്രധാന കഥാപാത്രമാണ് ഡാഷ്. അപ്പം നമുക്ക് ജുലൂസ് പാഠത്തിനകത്തെ ബീർബൽ സിംഗ് ആണെങ്കിൽ ഈ സെൻറ്റൻസ് എങ്ങനെ അത് പറയും, ആദ്യമേ ബീർബൽ സിംഗ് ജുലൂസ് പാഠ് കെ പ്രമുഖ കഥാപാത്ര ഹേ ബീർബൽ സിംഗ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ പാഠത്തിൻ്റെ പേര് ഓർത്തോണം, പാഠത്തിൻ്റെ പേര്, ഇവിടെ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ഡാഷ് പാഠ് കെ പ്രമുഖ കഥാപാത്ര ഹേ ഡാഷ്, ഡാഷ് പാഠത്തിലെ പ്രധാന കഥാപാത്രമാണ് ഡാഷ്. എല്ലാ ക്യാരക്ടർ സ്കെച്ചിനും ധൈര്യമായി നമുക്ക് എഴുതാവുന്ന സെൻറ്റൻസ് അല്ലേ? കാരണം നമ്മുടെ ചോദ്യപേപ്പറിൽ ഒരു കഥാപാത്രത്തിൻ്റെ നിരൂപണം അല്ല ടിപ്പണി ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നു, ഇന്ന പാഠത്തിലെ പ്രധാന കഥാപാത്രമാണ്, ആ കഥാപാത്രം എന്ന് നമ്മൾ എഴുതി. ഇത് കോമൺ ആൻസർ അല്ല, നിങ്ങൾ എഴുതേണ്ട ചോദ്യമാണ്, എഴുതേണ്ട ഉത്തരമാണ്. ഇനി അടുത്ത സെക്കൻഡ് സെൻറ്റൻസ് നമുക്ക് ശ്രദ്ധിക്കാം. വേ ഇസ് പാർട്ട് മേ ഡാഷ് കെ वे इस पाठ में അദ്ദേഹം ഈ പാഠത്തിൽ ഡാഷ് കെ രൂപമേ ആത്തേ ഹേ, ഡാഷിൻ്റെ രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഈ ഡാഷിൻ്റെ അവിടെ എഴുതേണ്ടത് നമ്മൾ ഉദാഹരണത്തിന് ഇബ്രാഹിം അലിയാണ് പരീക്ഷയ്ക്ക്, നമ്മുടെ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇബ്രാഹിം അലി ആണെങ്കിൽ വേ ഇസ് പാഠ് മേ ജുലൂസ് കെ നേതാ കെ രൂപമേ ആത്തേ ഹേ, ജുലൂസിൻ്റെ നേതാവായിട്ടാണ് വരുന്നത്. ഇനി നേരെ തിരിച്ച് നമ്മുടെ ബീർബൽ സിംഗ് ആണെങ്കിലോ വേ ഇസ് പാഠ് മേ, അദ്ദേഹം ഈ പാഠത്തിൽ
ദാരോഗ കെ രൂപേ. ദാരോഗ എന്ന് വെച്ചാൽ ഇൻസ്പെക്ടർ. നിങ്ങൾക്ക് ദാരോഗ എന്നുള്ള വാക്കൊക്കെ മറന്നു പോവുകയാണെങ്കിൽ പോലീസ് ഇൻസ്പെക്ടർ കെ രൂപേം ആത്തേ ഹെ. ഇനി നമ്മുടെ ശംഭുനാഥോ ദീൻ ദയാലോ മൈക്കുവോ ആണെങ്കിൽ അവിടെ എന്ത് എഴുതാം? വേ ഇസ് പാഡ്മേ. അവർക്കെല്ലാം ഒരേ പദവിയാണ്. എന്താണ്? ദൂക്കാൻദാർ കെ രൂപേ. ദൂക്കാൻദാർ കടക്കാരനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസ് ധൈര്യമായിട്ട് നമുക്ക് എഴുതാവുന്നതല്ലേ? ഒന്ന്, ഡാഷ് പാഠ് കെ പ്രമുഖ കഥാപാത്ര ഹെ ഡാഷ്. ഡാഷ് പാഠത്തിലെ പ്രധാന കഥാപാത്രമാണ് ഡാഷ്. ഇവിടെ പാഠത്തിൻ്റെ പേര്, ഇവിടെ കഥാപാത്രത്തിൻ്റെ പേര് എഴുതുന്നു. രണ്ടാമത്, വേ ഇസ് പാഡ്മേ. അദ്ദേഹം ഈ പാഠത്തിനകത്ത്, നിങ്ങൾക്ക് ഈ ബോർഡ് നോക്കി എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോട്ട് ഞാൻ അയച്ചു തരുന്നുണ്ട്. അദ്ദേഹം ഈ പാഠത്തിനകത്ത് ഡാഷ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ പെൺ കഥാപാത്രമായിരുന്നെങ്കിൽ ആത്തീഹെ എന്ന് പറയണം. പക്ഷേ നമുക്ക് പെൺ കഥാപാത്രത്തിന് എങ്ങനെ ക്യാരക്ടർ സ്കെച്ച് വരാൻ ചാൻസ് കുറവാണ്. ഇനി അഥവാ പെൺ കഥാപാത്രമാണെങ്കിൽ വേ, അതായത് പെൺ കഥാപാത്രമാണെങ്കിൽ ഇത് ആത്തേഹെ മാറ്റി എന്താക്കുക? ആത്തീഹെ എന്നാക്കുക. ഈ കുത്തു മാറ്റേണ്ട, കാരണം ഇവിടെ വേ എന്ന് വരുന്നുണ്ട്. ഇനി അടുത്തത് തേർഡ് സെൻറ്റൻസ്, ഇൻകെ ചരിത്രക്കോ കൈ ഇൻകെ ചരിത്രക്കോ കൈ ഖൂബിയാം ഹേ. അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് വളരെയധികം ഗൂബിയാം, സവിശേഷത. ഈ ഗൂബി എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വിശേഷതായം ഹേ എന്നങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് വളരെയധികം സവിശേഷതകളുണ്ട്. നിങ്ങൾ നോക്കിയേ, ഈ 3 സെൻറ്റൻസും എല്ലാ ക്യാരക്ടർ സ്കെച്ചിനും എഴുതാവുന്നതല്ലേ? നിങ്ങളിത് പഠിക്കുന്നതുകൊണ്ട് നഷ്ടമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ ആദ്യം പറഞ്ഞു ഈ പാഠത്തിനകത്തെ പ്രധാന കഥാപാത്രമാണ് ഇന്ന കഥാപാത്രം എന്ന് എഴുതി. അദ്ദേഹം ഈ പാഠത്തിനകത്ത് ഡാഷ് രൂപത്തിലാണ് വരുന്നതെന്ന് എഴുതി. ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് വളരെയധികം സവിശേഷതകളുണ്ട് എന്ന് നമ്മൾ എഴുതി. അങ്ങനെ എത്ര സെൻറ്റൻസായി? 3 സെൻറ്റൻസുകളായി. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡോട്ടഡ് ലൈൻസ് ഇടുന്നത്. അതെന്തിനു വേണ്ടിയുള്ളതാണ്? നമുക്ക് ചോദ്യപേപ്പറിലെ കഥാപാത്രം നോക്കിയിട്ട് എഴുതാനുള്ള സ്ഥലം. ഇനി ഓരോ കഥാപാത്രത്തെക്കുറിച്ച് നമുക്ക് ഒരു 3 സെൻറ്റൻസ് നമുക്ക് ചർച്ച ചെയ്യാം. ഇനി ബാക്കിയും കൂടെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് പ്രസ്തുത നോക്കണം, പ്രസ്തുത പാഠ് കെ കഥാനുകോ. പ്രസ്തുതം എന്ന് വെച്ചാൽ ആ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ഏത് പാഠമാണോ ആ പാഠത്തിലെ കഥാനുകോ. കഥാനുക എന്ന വാക്കിൻ്റെ അർത്ഥം കഥയുടെ ഉള്ളടക്കം. ഈ പാഠത്തിൻ്റെ കഥയുടെ ഉള്ളടക്കം സഫൽ ബനാനേമേ, സഫലമാക്കുവാൻ ഡാഷ് കാ യോഗദാൻ പ്രമുഖേ. ഡാഷ് കഥാപാത്രത്തിൻ്റെ പങ്ക് പ്രധാനം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ കഥാപാത്രത്തിൻ്റെ ഈ പാഠത്തിലെ ഈ കഥയുടെ ഉള്ളടക്കത്തിൽ ഈ കഥയ്ക്ക് ഇത്രയും എഫക്റ്റീവ് ആക്കാൻ ഈ ഇവിടെ ഡാഷിൻ്റെ അവിടെ കഥാപാത്രത്തിൻ്റെ പേര് എഴുതണം. ഇനി ബീർബൽ സിംഗ് ആണ് എന്ത് ചെയ്യണം? ബീർബൽ സിംഗ് കാ യോഗദാൻ. ഇബ്രാഹിം അലി ആണ് എന്ത് എഴുതണം? ഇബ്രാഹിം അലി കാ യോഗദാൻ പ്രമുഖ് ഹേ, പ്രമുഖം ആണ്. ഇനി ഒന്നുകൂടെ നോക്കിയേ, പ്രസ്തുത പാഠ് കെ കഥാനുകോ സഫൽ ബനാനെ में ഡാഷ് കാ യോഗദാൻ പ്രമുഖ് ഹേ. അടുത്തത് യഹ് കഥാപാത്ര, ഇടയില്ല, നിങ്ങൾക്ക് നോട്ട് അത് നോക്കി എഴുതിയാൽ മതി. പാഠകോങ്കെ നോക്കിയേ, ലാസ്റ്റ് സെന്റൻസ്, യഹ് കഥാപാത്ര പാഠകോങ്കെ मन से हटते ही नहीं. ഈ കഥാപാത്രം വായനക്കാരുടെ മനസ്സിൽ നിന്ന് മായുന്നേ ഇല്ല. ധൈര്യമായിട്ട് നമുക്കൊരു ക്യാരക്ടർ സ്കെച്ചിൻ്റെ നിരൂപണം എഴുതുമ്പോൾ അല്ലെ ടിപ്പണി എഴുതുമ്പോൾ എഴുതേണ്ട സെൻറ്റൻസ് അല്ലേ? ആ കഥാപാത്രം അത്രയും എഫക്റ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് എന്ത് ഇത് വായനക്കാരുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നില്ല, മായുന്നേ ഇല്ല എന്ന് വന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. ഒരു കാരണവശാലും ശീർഷകം എന്ന് എഴുതി വെക്കരുത്. പകരം ഏത് ക്യാരക്ടറിൻ്റെ ആണോ ചോദിക്കുന്നത്, ബീർബൽ സിംഗ് ആണെങ്കിൽ ബീർബൽ സിംഗ് എന്ന് ഇവിടെ എഴുതുക. അടുത്തത്, ജുലൂസ് പാഠ് കെ പ്രമുഖ കഥാപാത്ര ഹേ ബീർബൽ സിംഗ്, അല്ലെങ്കിൽ മൈക്കു ആണെങ്കിൽ മൈക്കു. വേ ഇസ് പാഠ് മേ അദ്ദേഹം ഈ പാഠത്തിനകത്ത് ഡാഷ് കെ രൂപമേ ആത്തെ ഹേ, ഡാഷ് കഥാപാത്ര ഡാഷ് ആയിട്ടാണ് വരുന്നത്. അവിടെ ഇബ്രാഹിം അലിയാണ് ജുലൂസ് കെ നേതാ,
ബീർബൽ സിംഗ് ആണെങ്കിൽ ദാരോഗ. ഇനി ബാക്കി 3 പേരെ ശംഭുനാഥ്, ദീൻദയാൽ, മൈക്കു ആണെങ്കിൽ അവിടോട്ട് എഴുതേണ്ടത് ദുക്കാൻദാർ കെ രൂപമേ അദ്ദേഹം. ഇൻകെ ചരിത്രക്കോ കൈ ഗൂബിയാകെ, ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് വളരെയധികം സവിശേഷതകൾ ഉണ്ട്, പ്രത്യേകതകൾ ഉണ്ട്. ഇനി നമുക്കിവിടെ നമ്മുടെ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട 2-3 സെൻറ്റൻസ് നിങ്ങൾ എഴുതിയാൽ മതി. അടുത്തത് പ്രസ്തുത പാഠ് കെ കഥാനോക്കോ സഫൽ ബനാനേമേ, ഈ പാഠത്തിൻ്റെ കഥയുടെ ഉള്ളടക്കം അല്ലെങ്കിൽ കഥയെ സബൽ ബനാനേമേ ഇത്രയും എഫക്റ്റീവ് ആക്കാൻ ഡാഷ് കാ യോഗദാൻ പ്രമുഖ ഹേ, ഡാഷിൻ്റെ പങ്ക് വളരെ പ്രധാനമാണ്. യഹ് കഥാപാത്ര പാഠകോങ്കെ മനസ്സെ ഹട്ടെ ഹി നഹി, ഈ കഥാപാത്രം വായനക്കാരുടെ മനസ്സിൽ നിന്ന് മായുന്നേ ഇല്ല. ഇനി നമുക്ക് നമ്മുടെ ബീർബൽ സിംഗ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പോലീസ് അധികാരിയാണല്ലോ, പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടത് ജല്ലാദ് എന്ന വാക്ക് നമ്മുടെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. ജല്ലാദ് ചിലപ്പോൾ നിങ്ങൾക്ക് ജല്ലാത്ത് എന്ന വാക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം, അപ്പോൾ ഓർത്തണം അതിൻ്റെ ഹിന്ദി വേറെ മീനിങ് നിർദ്ദയ. അപ്പോൾ ഇവിടോട്ട് നമുക്ക് എന്ത് എഴുതാം, ബീർബൽ സിംഗ് ഏക്ക് നിർദ്ദയ വ്യക്തി ഇത് അല്ലെങ്കിൽ ഏക്ക് ജല്ലാദ് ഹേ, ധൈര്യമായിട്ട് നമുക്ക് എഴുതാൻ ഒരു സെൻറ്റൻസ് ആയില്ലേ. രണ്ടാമത് നമ്മൾ ബീർബൽ സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അംഗ്രേസോങ്കെ പിട്ടു ഹേ, ബ്രിട്ടീഷുകാരുടെ അനുയായിയാണ്. ഇനി നമുക്ക് അടുത്ത എഴുതാം, ഒരു ഭാരതീയനായിട്ടും ബ്രിട്ടീഷ് സേനയിലാണ്. അപ്പോൾ എങ്ങനെ എഴുതാം, ഏക്ക് ഭാരതീയ ഹോനെ പർഭി, ഒരു ഭാരതീയനായിട്ടും അംഗ്രേസോങ്കെ സേനാമേഹെ, അംഗ്രേസുകളുടെ സേനയിലാണ്. ഇനി നമുക്ക് ധൈര്യമായിട്ട് എഴുതാം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തില്ല, ദേശസ്നേഹം ഇല്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഉൻകെ മൻമേ കഭി ഭി, ഒരിക്കലും ദേശസ്നേഹം നഹി ദിഗായ് പട്ടേഹെ, ദേശസ്നേഹം കാണാൻ കഴിയുന്നേ ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് എഴുതരുതോ. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസുകൾ എവിടേക്ക് എഴുതുക, ഇവിടേക്ക് എഴുതുക. ബാക്കി ഇത് നമ്മൾ കോമൺ ആയിട്ടും പഠിച്ചു വെക്കുന്നു. ഇത് ഇത്രയൊന്നും മനസ്സിലാക്കുക. അതായത് ബീർബൽ സിംഗിനെ കുറിച്ചാണെങ്കിൽ ഓർത്ത് വെച്ചോളുക, നോട്ടൊന്ന് ബുക്കിലൊന്ന് എഴുതി വെച്ചേക്ക്. ജല്ലാദ് അല്ലെങ്കിൽ നിർദ്ദയ, അതിനെ വെച്ച് ഡെവലപ്പ് ചെയ്താൽ മതി. അദ്ദേഹം ജല്ലാദ് അല്ലെങ്കിൽ നിർദ്ദയാണ്. അടുത്തത് അംഗ്രേസോങ്കെ പിട്ടു, പിട്ടു എന്നുള്ള വാക്ക് മറന്നുപോയാൽ അനുയായി, അംഗ്രേസോങ്കെ അനുയായി, ബ്രിട്ടീഷുകാരുടെ അനുയായിയാണ്. ഭാരതീയ ഹോനെ പർ അംഗ്രേസ് സേനാമേ, ഭാരതീയനായിട്ടും ബ്രിട്ടീഷ് സേനയിലെ. ഉൻകെ മൻമേ കഭീഭി അല്ലെങ്കിൽ ഉൻകെ മൻമേ ദേശസ്നേഹ നൈഹെ, വളരെ സിമ്പിൾ ലാംഗ്വേജ് അങ്ങ് പറയുക, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തില്ല, ദേശസ്നേഹം ഇല്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ധൈര്യമില്ലാത്തവൻ, അധീരനായി മാറുന്നുണ്ട്. കാരണം ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാർ വടിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോൾ കഭി കഭി വേ അധീര് മാലൂം പടത്തേക്ക് ദിഖായി പടത്തേക്കെന്നോ മാലൂം ഹോത്തേക്ക് എന്നൊക്കെ എഴുതാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്ക് ഇബ്രാഹിം അലി ആണെങ്കിലോ ജുലൂസ് കെ നേതാ, ജുലൂസിൻ്റെ നേതാവാണ്. പിന്നെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് മഹാത്മാഗാന്ധിക്ക് അനുയായി, മഹാത്മാഗാന്ധിയുടെ അനുയായിയാണ്. അഹിംസാവാദി, അഹിംസാവാദിയാണ് നമ്മുടെ ഇബ്രാഹിം അലി. നമ്മുടെ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. പിന്നെ ഈ ഒരു വർഷം മാത്രം നമുക്ക് മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം മോഡൽ പരീക്ഷയുടെ ചോദ്യങ്ങളും കുറേ ശതമാനം ചോദ്യങ്ങൾ അതേപടി നമ്മുടെ ബോർഡ് എക്സാമിന് വരുന്നത് നിങ്ങൾക്ക് മറ്റുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇബ്രാഹിം അലി വന്നു എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലി എടുത്ത് കളയാൻ പറ്റത്തില്ല. പക്ഷേ ചാൻസ് കൂടുതൽ ബീർബൽ സിംഗിനോ മൈക്കുവിനോ ആണ്. എങ്കിലും ഇബ്രാഹിം അലി നമുക്ക് എടുത്ത് കളയാം. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇത് പഠിച്ചാൽ മതിയല്ലോ. ഇത് പഠിച്ചിട്ട് ഇടയ്ക്കോട്ട് ഫില്ല് ചെയ്യുന്ന പ്രശ്നമല്ലേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇബ്രാഹിം അലിയാണ് ജുലൂസ് കെ നേതയാണ്, മഹാത്മാഗാന്ധിക്ക് അനുയായിയാണ്, അഹിംസാവാദിയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദേശസ്നേഹം, ഉൻകെ മൻമേ ഹമേശ ദേശസ്നേഹ് ഹേ. മതിയല്ലോ, ബാക്കി നമ്മുടെ കയ്യിലില്ലേ. ഇത് 8 സെൻറ്റൻസ് നമുക്ക് വളരെ അധികം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ശംഭുനാഥ്, ദീൻദയാൽ, മൈക്കു, ഈ 3 പേരെ കുറിച്ച് വന്നാലും ഉൻകെ മൻമേ അവരുടെ മനസ്സിൽ ദേശസ്നേഹ് നൈഹേ, ദേശസ്നേഹം ഇല്ല. 2 ഭാരതീയ ഹോനെ പർ ഭി ജുലൂസ് പർ ഹസി ഉഡാത്തേ ഹേ, ഭാരതീയനായിട്ടും ജുലൂസിനെ ഹസി ഉഡാത്തേ കളിയാക്കുന്നു. അതായത് ആ ജാഥ പോകുമ്പോൾ ഇപ്പം അമ്മർക്ക് തല്ല് മേടിച്ച് കൊടുക്കുമെന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഒരു ഭാരതീയനായിട്ടും മറ്റുള്ളവരെ അല്ല ജുലൂസിനെ കളിയാക്കുന്നു. ഇനി അടുത്തത് അംഗ്രേസ് രാജ്കോ അച്ഛേ മാൻദേഹെ, ബ്രിട്ടീഷ് ഭരണം അച്ഛേ മാൻദേഹെ നല്ലതാണെന്ന് അവർ വിചാരിക്കുന്നു. കാരണം അവർക്ക് കൊട്ടാരത്തിൽ താമസിക്കാൻ പറ്റുന്നുണ്ട്, ബിസിനസ് നടത്താൻ പറ്റുന്നുണ്ട്, പണക്കാരാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തെ നല്ലതായി വിചാരിക്കുന്നു. അതായത് ബ്രിട്ടീഷ് രാജ്കോ അല്ലെ ബ്രിട്ടീഷ് ശാസൻകോ അല്ലെങ്കിൽ അംഗ്രേസ് ശാസൻകോ അച്ഛേ മാൻദേഹെ നല്ലതെന്ന് വിചാരിക്കുന്നു. ഇനി അന്തമേ ഉൻകെ മൻമേ ദേശസ്നേഹ ആത്തേ ഹേ, അവസാനം അത് അവരുടെ മനസ്സിൽ എന്ത് വരുന്നുണ്ട്,
ദേശസ്നേഹം വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് ഇനി ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എടുത്ത് മാറ്റാം. കാരണം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഉത്തരം പഠിച്ചു പോകാം. കാരണം നിങ്ങൾക്ക് ഓരോ സെൻറ്റൻസിൻ്റെയും മലയാള അർത്ഥം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് പരീക്ഷയ്ക്ക് വന്നാൽ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാം, ധൈര്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ശരി, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചോദ്യം അതായത് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് പരീക്ഷയ്ക്ക് വരുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് വേണ്ട, വരുന്ന സമയത്ത് ഇത്രയും സെൻറ്റൻസ് നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കുന്നു. ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചാൽ നിങ്ങൾക്ക് യാതൊരു നഷ്ടവും ഇല്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാണാപ്പാഠം പഠിച്ച് വെക്കുക. ഇനി ഒന്നുകൂടെ ഒരു പ്രാവശ്യം പറയുന്നു, ഹെഡ്ലൈൻ എഴുതാൻ മറക്കരുത്. ഹെഡ്ലൈൻ എന്ന് പറയുന്നത് എന്തുമാത്രം, ആ കഥാപാത്രത്തിൻ്റെ പേര് ചോദ്യപേപ്പറിൽ തരും, കഥാപാത്രം, ആ പേര് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് ഡാഷ് പാഠ് കെ പ്രമുഖ കഥാപാത്രകെ ഡാഷ്. ഡാഷ് പാഠത്തിനകത്ത് പ്രധാന കഥാപാത്രമാണ് ഡാഷ്. വേ ഇസ് പാഠ് മേ ഡാഷ് കെ രൂപ മേ ആത്തെ ഹെ. അദ്ദേഹം ഈ പാഠത്തിനകത്ത് ഡാഷ് രൂപത്തിലാണ് വരുന്നത്. ഇൻകെ ചരിത്രക്കോ കൈ ഗൂബിയാ ഹെ. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇനി അവിടെ ചോദ്യപേപ്പർ നോക്കി എഴുതുന്നു, പ്രസ്തുത പാഠ് കെ കഥാനുക്കോ സബൽ ബനാനേമേം ഡാഷ് കാ യോഗദാൻ പ്രമുഖേ. ഈ പാഠത്തിനകത്ത് കഥയുടെ ഉള്ളടക്കത്തിന് എഫക്റ്റീവ് ആകാൻ ഡാഷിൻ്റെ പങ്ക് പ്രധാനമാണ്. യഹ് കഥാപാത്രം പാഠകോങ്കെ മനസ്സേ ഹട്ടേ ഹി നഹി. ഈ കഥാപാത്രം വായനക്കാരൻ്റെ മനസ്സിൽ നിന്ന് മായുന്നേ ഇല്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഈ ഉത്തരം പഠിച്ചുകൊണ്ട് പോകാം. ഇതിനധികം സമയം വേണ്ട, ഇത് പഠിച്ചുകൊണ്ട് പോകുക. വരുന്ന ബോർഡ് എക്സാമിന് ഏത് ചോദ്യമാണോ ആ ചോദ്യത്തിലേക്ക് ഈ കോമൺ ആൻസർ, ഈ ഫോർമാറ്റിനെ നമ്മൾ കയറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം സ്കോറായ 6 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി സൂചന അധികാരപത്രത്തിൻ്റെ കോമൺ ആൻസർ നമുക്ക് തരാം. ലെറ്ററിൻ്റെ കോമൺ ആൻസർ നമുക്ക് തരാനുണ്ട്. പിന്നെ ശീർഷകക്ക് സാർത്ഥകത നമുക്ക് തരാനുണ്ട്. പിന്നെ ജീവൻ വൃത്തക്ക് ആധാർ പർ ജീവനി, ബയോഡേറ്റയെ അടിസ്ഥാനമാക്കി ജീവനി. പിന്നെ അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ എല്ലാം കോമൺ ആൻസേഴ്സും പിന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അത് അടുത്ത വീഡിയോയിനകത്ത് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ആദ്യം ഏതൊക്കെ നിങ്ങൾ പഠിച്ചു പോകണം, ആ പറയുന്ന അതേ മെത്തേഡിൽ അതേ ഓർഡറിൽ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ നേടാൻ പറ്റും. ശരി, നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.